സ്വർണ്ണ ഗ്ലൗസ് ഇട്ട ഒരു കൈ, അതീവ പ്രകാശമുള്ള ഒരു കൈ വന്നിട്ട് എന്റെ കുഞ്ഞിന്റെ തല ഓപ്പൺ ചെയ്യുക. ഈ ബ്രെയിൻ ഇരിക്കുന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഗോതമ്പിന്റെ നിറത്തിലുള്ള ഒരു ചിപ്പ് അതിന്റെ അകത്ത് നിന്ന് എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള ചിപ്പ് അവന്റെ തലയ്ക്കകത്ത് വെച്ചിട്ട് അത് ആ കൈ കൊണ്ട് തന്നെ അടച്ചു വെച്ചു. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുന്നതിൽ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിസിമോളാണ്. തൻ്റെ ജീവിതാനുഭവം നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്കേവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോട് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ ലിസിമോൾ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. വിശേഷാൽ ഞാൻ ആദ്യമായി കർത്താവായ യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു. ഈ നല്ല അവസരത്തെ എനിക്ക് ഒരുക്കി തന്ന അരോമ ടി വിയുടെ പാസ്റ്റർ ദാനിയേൽ ജോൺ അവറുകൾക്കും എന്നെ പരിചയപ്പെടുത്തിയ പ്രജിത്ത് പാസ്റ്ററിയോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ആദ്യമായി തന്നെ അറിയിക്കുന്നു. എനിക്ക് മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിറഞ്ഞൊരു കാലമായിരുന്നു. എന്റെ ജനനത്തിങ്കൽ തന്നെ പലവിധമാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നു, എനിക്ക് വല്ലാത്ത അസുഖങ്ങൾ എപ്പോഴും വരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. എന്റെ ഓർമ്മയിൽ എനിക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നിട്ട് എന്റെ ബോധം നഷ്ടപ്പെട്ട് എന്റെ പപ്പയുടെ അനിയന്റെ കല്യാണ ദിവസമാണെന്ന് തോന്നുന്നു, വല്ലാത്ത പ്രതിസന്ധിയിലായി. അങ്ങനെ മരണത്തിൽ നിന്ന് പല പ്രാവശ്യം എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ മാതാപിതാക്കന്മാർ തമ്മില് ഭയങ്കര അടിയും വഴക്കും, അങ്ങനെ സമാധാനമില്ലാത്തൊരു കുടുംബ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അപ്പൊ സ്നേഹം എന്തെന്നോ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എനിക്കും എന്റെ സഹോദരങ്ങൾക്കും അങ്ങനെ ഒരു പരിസ്ഥിതിയിലൂടെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നാൽ എന്റെ 6ാമത്തെ വയസ്സിൽ എന്നെ എന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു ഓർഫണേജിലേക്ക് മാറ്റുവാനിടയായി തീർന്ന് ഞാനും എന്റെ ഒരു കസിൻ സിസ്റ്ററും കൂടെ അവിടെ പോയി 2ാം ക്ലാസ് മുതൽ ഞങ്ങൾ അവിടെ പഠിക്കുവാനിടയായി തീർന്നു. 10ാം ക്ലാസ് വരെ അങ്ങനെ ഒരു കത്തോലിക്ക സമുദായത്തിലാണ് ഞങ്ങൾ വളർത്തപ്പെട്ടത്. അവിടെയുള്ള ജീവിതാനുഭവങ്ങൾ വളരെ ചിട്ടയോടും അടുക്കോടും കൂടി അവരുടെ സ്നേഹത്തിലും പരിപാലനയിലും അവർ ഞങ്ങളെ പോറ്റുകയും പുലർത്തുകയൊക്കെ ചെയ്തു. എന്നാൽ എന്റെ വീടുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ വിരളമായി എനിക്ക് ലഭിച്ചത്. എന്റെ മാതാപിതാക്കന്മാരിൽ നിന്നും എന്റെ സഹോദരങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള സ്നേഹം എനിക്ക് വളരെ വിരളമായിട്ടാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് എനിക്ക് അവരെ അത്ര കണ്ട് സ്നേഹിക്കുവാനോ കരുതുവാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ തിരുവചനത്തില് അനേക സത്യങ്ങൾ അതിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടത് 2000-ലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്റെ 8ാം ക്ലാസ് പഠനത്തോടനുബന്ധിച്ച് ഞങ്ങൾ അവധിക്കാലത്ത് വീട്ടിൽ വരുമായിരുന്നു. ആ സമയത്താണ് എന്റെ മമ്മി രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. അങ്ങനെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടു. പപ്പ അന്നും ഭയങ്കര അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ വീട്ടിൽ പോകുന്നത് തന്നെ എനിക്ക് ഭയങ്കര വിഷമം. കാരണം വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്ത് എനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര പേടിയാണ്. കാരണം അവിടെ ചെന്നാൽ ഇനിയും വഴക്കാണോ, അടിയാണോ, എന്താണോ, ബഹളമാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ
അങ്ങനെ 8ാം ക്ലാസ് പഠിക്കുന്ന വലിയ അവധിയുടെ സമയത്ത് ഞങ്ങൾ നാട്ടിൽ ചേരുവാനിടയായി തീർന്നു. അങ്ങനെ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ 7 ദിവസത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഭവനത്തിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗങ്ങൾ എന്റെ ജീവിതത്തിലും എന്റെ കസിൻ സിസ്റ്ററിന്റെ ജീവിതത്തിലും വെളിപ്പെട്ടു. അങ്ങനെ അന്ന് ഞങ്ങള് ആ വലിയ അവധിക്ക് ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാനിടയായി തീർന്നു. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്കൂൾ തുറന്നു. ഞങ്ങൾ വീണ്ടും അരുവിത്തറ, കോട്ടയം ജില്ലയിലുള്ള അരുവിത്തറ എന്ന് പറയുന്ന ഒരു ശാന്തി ഭവൻ മഠത്തിലാണ് ഞാൻ വളർന്നത്, പഠിച്ചത്. അവിടെ ആദ്യം പ്രൈമറി സ്കൂള് സെന്റ് മേരീസ് പ്രൈമറി സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഞാൻ ഭരണങ്ങാനത്ത് സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ 5 മുതൽ 7 വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ സെന്റ് ജോർജ് ഗവൺമെന്റ് സ്കൂളില് അരുവിത്തറയിൽ തന്നെ പഠിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അഭിഷേകമൊക്കെ പ്രാപിച്ചതിന് ശേഷം തിരിച്ചു വന്നു. വീണ്ടും ഞങ്ങള് മാതാവിന്റെയും യേശപ്പച്ചന്റെയൊക്കെ മുമ്പിൽ മുട്ടുകുത്തി കുരിശു വരച്ചു, കൊന്ത ചൊല്ലി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം 10ാം ക്ലാസ് വരെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും മഠത്തിൽ നിന്നുള്ളവർ ഞങ്ങളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. മുമ്പോട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ അന്നില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം റെഗുലർ ആയിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി, പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അന്ന് അവരോടെല്ലാം ഞങ്ങൾ വളരെ തർക്കിക്കുമായിരുന്നു. കത്തോലിക്ക സഭ ഒഴികെ മറ്റൊരു സഭയും ദൈവസഭയല്ല, ഇതാണ് യഥാർത്ഥ സഭ എന്നൊക്കെ പറഞ്ഞ് അവരോട് വളരെ വാദിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മാതാവ് ആരാണെന്നും കർത്താവ് യേശുക്രിസ്തു ആരാണെന്നും ആരാണ് നമുക്ക് വേണ്ടി മരിച്ചതെന്നും എന്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച, അപ്പൊ അതാണ് ഏക സത്യദൈവം എന്ന് എനിക്കും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലും ഏക സത്യദൈവം എന്നൊക്കെ പറയുമായിരുന്നെങ്കിലും അതിന്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ പരീക്ഷയ്ക്ക് റിസൾട്ട് ഒക്കെ ലഭിക്കാറായപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമല്ലോ എന്നുള്ള ഒരു ഉൾഭീതി എന്റെ ഹൃദയത്തിന്റെ അകത്ത് കടക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു, ബൈബിൾ വായിക്കുവാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഇങ്ങനെ വചനം കേൾക്കുന്നത് ഏക സത്യദൈവം, ലോകത്തിലെ ഏക രക്ഷകൻ യേശു മാത്രമാണെന്ന്. അന്ന് ഞാൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു. സെക്കൻഡ് ഇയറിൽ ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ 2000-ലാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ജലത്താൽ സ്നാനമേൽക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. ഞങ്ങളെ മുമ്പോട്ട് പഠിപ്പിക്കുവാനുള്ള യാതൊരു സാഹചര്യങ്ങളും എന്റെ ഭവനത്തിന്, എന്റെ മാതാപിതാക്കന്മാർക്ക് ഇല്ലായിരുന്നു. എന്റെ ഇളയ സഹോദരങ്ങള് വിദ്യാഭ്യാസം ഇല്ലാത്തവരായി തീർന്നു. കാരണം മാതാപിതാക്കന്മാരുടെ അടിയും വഴക്കും മുഖാന്തരം അവര് പലപ്പോഴും അനാഥരാക്കപ്പെട്ടു, അവിടെ ഇവിടങ്ങൾ താമസിക്കേണ്ടി വന്നവർക്ക്. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസം പാതിയിൽ വഴി വെച്ച് നിലയ്ക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ഇളയ സഹോദരനും 2 സഹോദരങ്ങളും ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പൊ എന്റെ വിദ്യാഭ്യാസം അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അന്നന്ന് ജോലി ചെയ്തു കൊണ്ടുവരുന്നത് കൊണ്ട് വേണം ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം കഴിക്കാൻ. ആ ഒരു പരിസ്ഥിതിയിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തില്. അങ്ങനെ എന്റെ ഇളയ സഹോദരൻ ജോലി ചെയ്ത് എന്നെ കോളേജിൽ വിടുവാൻ തക്കവണ്ണം തീർന്നു. അതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ അവനാണ് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് വണ്ടി ഓടിക്കുന്ന വണ്ടിഭ്രമമായിരുന്നു അവന്. അവൻ വണ്ടി കഴുകിയും വണ്ടി ഓടിച്ചും ബസ്സിൽ കിളിയായിട്ട് പോയുമൊക്കെ എന്നെ സഹായിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. അതിന് മുമ്പോട്ടുള്ള എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും പഠിച്ചെന്റെ മാതാപിതാക്കന്മാരെ സഹായിക്കണം, ജോലി ചെയ്തവരെ ഒന്ന് നോക്കണം, നല്ലൊരു വീടുണ്ടാക്കണം, അന്നൊക്കെയുള്ള അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിച്ച് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു എന്റെ ഹൃദയത്തിൽ. അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ കൊള്ളാമായിരുന്നു എന്നിങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവര് നഴ്സിംഗ് പഠിക്കാൻ എന്നെ വിട്ടു. എന്നാല് GNMO അതൊന്നുമല്ല, ഒരു B ഗ്രേഡ് നഴ്സിംഗ് പഠിക്കാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ നഴ്സിംഗ് പഠിക്കാൻ എന്നെ വിടുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി 1.5 വർഷം നഴ്സിംഗ് അധ്യാപനം ചെയ്തു. അതിനുശേഷം ഞാൻ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കഥയൊക്കെ ഒത്തിരി പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും മേടിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്ത സ്ഥലത്തെ എന്റെ സഹോദരങ്ങളെ, എന്റെ കൂട്ടുകാർ, ചേച്ചിമാരെല്ലാം എന്നെ വളരെയധികം സഹായിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് മേടിക്കാനിടയായി തീർന്നത്. അതിനുശേഷം ഞാൻ കമ്പളികണ്ടത്തുള്ള ഒരു ഹോസ്പിറ്റലില് 1 വർഷക്കാലം ട്രെയിനി ആയിട്ട് നിന്നു. അതിനുശേഷം എന്റെ കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും പോയാൽ നല്ല ശമ്പളം കിട്ടും, ഇവിടെ ട്രെയിനി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തുച്ഛമായ വരുമാനം 800 രൂപ മാത്രമേ അന്ന് ലഭിക്കുന്നുള്ളായിരുന്നു. അത്
എന്റെ മെസ് ഫീസ് കഴിഞ്ഞാൽ എനിക്കൊന്നും ലഭിക്കത്തില്ല. അതുപോലും കൊടുക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. പക്ഷെ എന്റെ കൂടെ ജോലി ചെയ്ത പ്രിയപ്പെട്ടവര്, ചേച്ചിമാര്, ആന്റിമാരെല്ലാം എന്നോടൊരു പ്രത്യേക കൃപ അവർക്ക്, ഞാൻ എവിടെ ചെന്നാലും എന്നോടുള്ളൊരു പ്രത്യേക കൃപ, ഫേവർ എന്നോട് എപ്പോഴും ഉണ്ടായിരുന്നു. യോസേപ്പിനോട് കൂടെ ഇരുന്നത് പോലെ തന്നെ കർത്താവിന്റെ ഒരു വലിയ ഫേവർ എന്നോട് അന്നും ഇന്നും എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ സമയത്ത് എന്റെ സഹോദരങ്ങൾ എന്നെ സഹായിച്ചു. ആരും അറിയാതെ എനിക്ക് ഡ്രസ്സുകൾ മേടിച്ചു തരികയും എന്നെ മെസ്സിന് അവര് പൈസ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ എന്റെ ട്രെയിനിങ് പീരീഡ് പൂർത്തീകരിച്ചതിന് ശേഷം 2001 ഞാനും എന്റെ ഒരു കൂട്ടുകാരിയും കൂടെ മധ്യപ്രദേശിന് പോകാമെന്ന് തീരുമാനിച്ചു. അതിനു മുമ്പ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ട്രെയിനി ആയിരുന്ന 10-15 പേര് അവര് പലയിടങ്ങളിലേക്ക്, കുറച്ചുപേര് ഡൽഹിക്ക് പോയി, കുറച്ചുപേര് മധ്യപ്രദേശിന് പോയി, കുറച്ചുപേര് ഉജ്ജയിന് പോയി. അങ്ങനെ ഞങ്ങൾക്കുള്ള ഊഴം വന്നപ്പോൾ എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഞാൻ എന്റെ കമ്മല് പണയം വെച്ചിട്ട് നിനക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് തരാം, നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിന്ദു എന്ന് പറയുന്ന എന്റെ ഒരു കൂട്ടുകാരി അവളുടെ കമ്മല് പണയം വെച്ചിട്ട് എനിക്ക് ടിക്കറ്റ് എടുത്ത് തരുവാനിടയായി തീർന്നു. അങ്ങനെ അന്ന് വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, എന്നെ വിടാനുള്ള ഒരു സാഹചര്യമില്ല. എന്നിരുന്നാലും അമ്മച്ചി വളരെ കഷ്ടപ്പെട്ട് മറ്റുള്ളവരോട് പൈസ കടം മേടിച്ച് കല്ല് ചുമന്നും അങ്ങനെ വാർക്കപ്പണിക്ക് പോയൊക്കെ ഒത്തിരി പൈസകളൊക്കെ ചെലവാക്കി എന്നെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി തരുവാൻ തക്കവണ്ണിടയായി തീർന്നു. അങ്ങനെ ഞാൻ 2001 മധ്യപ്രദേശിൽ ജോലിക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ വെച്ച് 1 വർഷക്കാലം ജോലി ചെയ്തു. അതിനുശേഷം എന്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു, നിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഗാവിലൊരു ക്ലിനിക്ക് തുടങ്ങാം. അങ്ങനെ ഞാൻ മധ്യപ്രദേശില് വേറൊരു ഗാവിലേക്ക് പോകാനിടയായി തീർന്നു. അവിടെ 1 വർഷക്കാലം ഞാൻ അവരോടൊരുമിച്ച് ക്ലിനിക്ക് നടത്തി. പക്ഷെ അതൊന്നും എന്റെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി തീർന്നില്ല. അതിനുശേഷം എന്റെ ഒരു അങ്കിള് ഡൽഹി പട്ടണത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ വളരെ മാനസികമായിട്ട് തകർക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ 3 മാസം കൊണ്ട് തിരുവചനം വായിക്കുന്നത് ആരംഭിക്കുവാനിടയായി തീർന്നു. 3 മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഞാൻ തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണിടയായി തീർന്നത്. അതിനുശേഷം എന്നോട് ഈ അങ്കിള് പറഞ്ഞു, ഞാൻ നിന്നെ ഡൽഹിക്ക് കൊണ്ടുപോകാം, നീ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2005 മെയ് മാസം ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തില് കർത്താവിന്റെ സ്നേഹവും കരുതലും എല്ലാം എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവിടെ വന്ന് പലയിടങ്ങളിലായിട്ട് ജോലി ചെയ്തു. ജോലി ചെയ്തതിനോടൊപ്പം തന്നെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനും പ്രയത്നിക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചു. എനിക്ക് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരിയുടെ ചേച്ചി വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ പ്രാർത്ഥിക്കുന്ന ആ ചേച്ചിയുടെ കൂടെ എനിക്ക് കൂട്ടുകൂടുവാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും ഈ പട്ടണത്തിൽ വന്നതിന് ശേഷം പ്രാർത്ഥിക്കുവാനും ലേഡീസ് മീറ്റിംഗ് ആരംഭിക്കുവാനും അത് മറ്റു സഹോദരങ്ങളോട് കൂടെ, ആന്റിമാരോട് കൂടെ, വിശ്വാസികളോട് കൂടെ അത് കണ്ടിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിനായിട്ട് ഞാൻ ഇതെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയും നിയോഗങ്ങളും മാത്രമായിരുന്നു എന്ന് എനിക്ക് അറിയുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ഫേവർ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തകർക്കപ്പെട്ടു പോകേണ്ട, നശിച്ചു പോകേണ്ട അനേക അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ കരുതലും പ്രൊട്ടക്ഷനും ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അന്നു മുതൽ ഇന്ന് വരെയും എന്നെ നയിച്ചതും നടത്തിയതുമെല്ലാം. അതിനുശേഷം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിന്റെ വ്യക്തമായ ഒരു സ്നേഹവും കരുതലും എല്ലാം ആ സമയങ്ങളിൽ ഞാൻ അനുഭവിച്ചു. അതിനുശേഷമാണ് എന്റെ വിവാഹം നടക്കുന്നത്. 2009 ഏപ്രിൽ മാസം 12-ാം തീയതി വിവാഹത്തിന് ശേഷം ഞങ്ങള് ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ, അന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നിന്റെ ജോലി കണ്ടതുകൊണ്ടല്ല ഞാൻ വിവാഹം കഴിച്ചത്, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, ഞാൻ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്റെ യാത്ര ആരംഭിച്ചത്, വടക്കേന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അപ്പോൾ നമുക്കിനി ഒന്നുമില്ല, നമ്മളും കർത്താവും മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തില്. നീ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനും അത് തന്നെ ആഗ്രഹിച്ചത്. ആ സമയങ്ങളിലെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ആയതുകൊണ്ട് എനിക്കൊരു വലിയ നിയോഗങ്ങൾ അന്നൊക്കെ എന്റെ ജീവിതത്തില് നിറവേറുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ 21 ദിവസം ഞങ്ങളുടെ ചർച്ചില് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ വന്ന ദൈവദാസന്മാരെല്ലാവരും എന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഭാവിക്കുള്ള കാര്യങ്ങളെല്ലാം ശരിയാകും. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, ഈ വർഷം
ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല വിവാഹാലോചന വരും. അപ്പോൾ നീ അതിന് സമ്മതിക്കണം. ആൾ എങ്ങനെയുള്ളതാണെങ്കിലും ദൈവാത്മാവാ കൊണ്ടുവരുന്നേ, അപ്പൊ അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ കർത്താവ്, ഞാനത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ മറ്റൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, കണ്ണു കാണത്തില്ലാത്ത പൊട്ടനാണെങ്കിലും ലങ്കടയാണെങ്കിലും സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവിന് അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അതിന് റെഡിയാ. ദൈവം തരുന്നതല്ലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, അപ്പൊ ഞാൻ അതിന് റെഡിയാന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഞാൻ കർത്താവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്ത നിമിഷമാണ് എനിക്ക് വിവാഹാലോചന കടന്നു വരുന്നത്. അങ്ങനെ അച്ഛൻ വന്ന് എന്നെ കണ്ടു. അതിനുശേഷം കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ IPC സഭയോട് അനുബന്ധിച്ച് ഒരു ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്ന, മാനസരോ പാർക്ക് എന്ന് പറയുന്ന ചർച്ചില്. അവിടെയുള്ള ദൈവദാസനും വിശ്വാസികളുമാണ് അന്നും ഇന്നും എന്നെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും അവര് തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം 2 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്യാരിയായി. പെട്ടെന്ന് എനിക്ക്, അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ഹോസ്പിറ്റലുകളായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമായിരുന്നു, മറ്റൊരു ഹോസ്പിറ്റലിൽ ഞാൻ ഡേ ഡ്യൂട്ടി ചെയ്തിട്ട് അങ്ങനെ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങണമായിരുന്നു. ബസ്സിനാ പോകുന്നത്. അപ്പം ഇങ്ങനെ ഒത്തിരി സ്റ്റെപ്പുകൾ കയറി ഇറങ്ങി പെട്ടെന്ന് എനിക്ക് നടുവിന് വേദന ഉണ്ടായി. അങ്ങനെ ഞാൻ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയി. അവര് പറഞ്ഞു, സാരമില്ല, അൾട്രാസൗണ്ട് എടുത്തിട്ട് മറ്റ് പ്രയാസങ്ങൾ ബ്ലീഡിങ് ആകുവാണെങ്കിൽ ടാബ്ലറ്റ് തരാം, അപ്പം അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലീൻ ആയി പോകുമെന്ന് പറഞ്ഞു. ഞാന് ഡോക്ടറുടെ കയ്യിൽ നിന്ന് പോകുന്ന വഴിക്ക് ആ ഗുളികയെ മേടിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് കടന്നു പോകാൻ തക്ക ഇടയായി തീർന്നു. ഞാൻ ഡ്യൂട്ടിക്ക് ചെന്നു, ആഹാരം കഴിച്ചു. ഞാൻ ഈ ഗുളിക കഴിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ ആയിട്ട് തല കറങ്ങി ഞാൻ വീഴുവാൻ തക്ക ഇടയായി തീർന്നു. ഞാൻ ബാത്റൂമിലായിരുന്നു, പക്ഷേ എന്റെ ശരീരം മുഴുവൻ തളർന്നു പോയിട്ട് പെട്ടെന്ന് കുടം മറിച്ചിട്ടതുപോലെ ബ്ലീഡിങ്, ഞാൻ നിന്ന ഇടം മുഴുവൻ ബ്ലീഡായി പോകാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിൽക്കുവാൻ കഴിയാത്ത വണ്ണം ഭയങ്കര പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എല്ലാരും പേടിച്ചു പോയി, എന്തു പറ്റിയെന്നോർത്ത്. പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകാനിടയായി തീർന്നു. വന്ന വഴിക്ക് അന്ന് രാത്രി 11 മണി ഏകദേശമായി ഒരു ഓട്ടോ വിളിച്ച് അച്ചാച്ചനും ഞങ്ങളുടെ പാസ്റ്ററും കൂടെ കടന്നു വരുവാൻ തൊക്കെ ഇടയായി തീർന്നു. പകുതി വഴി വന്നപ്പോഴേ എന്റെ ബോധം പോയി. കാരണം അത്രയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നെ 4-ാം നിലയുടെ മണ്ടയിൽ അച്ഛൻ ഒരു തൂവലെടുത്ത് തോളയിടുന്നത് പോലെ എന്നെ തോളയിൽ ഇട്ടുകൊണ്ട് 4-ാം നില കയറി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞാൻ ബോധം കെട്ടുപോയി. അങ്ങനെ പല പ്രയാസത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം വീണ്ടും രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കും എന്റെ തലയിൽ നിന്ന് ഒരു താഴേക്ക് പ്രാണൻ പോകുന്നത് എനിക്കറിയാം. എന്നെ പെട്ടെന്ന് ബാത്റൂമിൽ കൊണ്ടുപോയി ഷവർ തുറന്നിട്ട് എന്നെ ആ വെള്ളത്തിന്റെ അടിയിൽ നിർത്തുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ വെള്ളം വീണ് 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 എന്റെ ശരീരം ചൂട് പിടിച്ചപ്പോഴാണ് എനിക്ക് ബോധം വരുവാനിടയായി തീർന്നത്. അങ്ങനെ ഞാൻ പല പ്രാവശ്യം മരണത്തിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ സഹോദരങ്ങള് ആരും തന്നെ ആ സമയത്തില്ല, പക്ഷേ എന്നാൽ ദൈവകൃപയാല് വിശ്വാസികളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ആ സമയത്ത് ഞങ്ങളെ നോക്കുവാനും പരിപാലിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അതിനുശേഷം 6 മാസത്തിന് ശേഷം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വീണ്ടും എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാകുവാനിടയായി തീർന്നത്. അവളുടെ സമയത്തും വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അതും ഇതേപോലെ തന്നെ ആദ്യ മാസം തൊട്ട് എനിക്ക് ബ്ലീഡായിരുന്നു, സ്പോട്ട് പോലെ വന്നിട്ട് ഞാൻ വീണ്ടും ബെഡ് റെസ്റ്റിലേക്ക് പോകാൻ തക്കൊണ്ടിടയായി തീർന്നു. അതിനുശേഷം ജോലിയെല്ലാം വിരമിച്ച് ഞാൻ കൺസീവ് ആയ സമയത്ത് ഞാൻ റെസ്റ്റ് ചെയ്യുവാൻ തക്കൊണ്ടിടയായി തീർന്നു. അപ്പോൾ അവളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 1-ാം മാസം 2-ാം മാസത്തിലൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അപ്പോൾ സ്പോട്ട് ആയതുകൊണ്ട് ഡോക്ടർമാര് പറഞ്ഞു, ഇത് 2 മാസം 3 മാസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ നിനക്ക് മെഡിസിൻ ഒന്നും തരത്തില്ല, കാരണം അൾട്രാസൗണ്ട് എടുത്തതിന് ശേഷം ഈ കുഞ്ഞ് നോർമൽ ആണോ ക്ലിയർ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷമേ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ വീണ്ടും പോയി അൾട്രാസൗണ്ട് എടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ തല കാണത്തില്ല, കണ്ണ് കാണത്തില്ല, ചിലപ്പം ഇതങ്ങനെയാ വളരുന്നത്, ഇതിന് വളർച്ച ഒട്ടുമില്ല, അതുകൊണ്ട് അബോർഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയാനിടയായി തീർന്നു. ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ദൈവം തന്ന ദാനമാ, ദൈവത്തിന്റെ ഹിതം പോലെ എന്താണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം കുറച്ച് ബ്ലീഡിങ് നിന്നു. അതിനുശേഷം 3-ാം മാസം പകുതിയായപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു.
ഭയങ്കര വയറുവേദനയും നടുവിന് വേദനയുമായിട്ട് എനിക്ക് ഇരിക്കാനും മേല, കിടക്കാൻ മേല, നടക്കാൻ മേല, അങ്ങനെയുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഡോക്ടർമാര് വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു സപ്പോർട്ടീവ് മെഡിസിൻ തരാം, നീ ഇത് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സപ്പോർട്ടീവ് മെഡിസിൻ മേടിച്ച് കഴിക്കുവാൻ തൊണ്ടിടയായി തീർന്നു. അതിനുശേഷം എന്റെ അച്ഛൻ 21 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. 6 മാസം ആയപ്പോഴേക്കും ഈ കുഞ്ഞ് അനങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയായിരുന്നു. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുഞ്ഞ് അനങ്ങിയില്ല. വയറ്റിൽ കിടന്ന്, നമുക്കറിയാമല്ലോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ അനങ്ങുന്നില്ല. അങ്ങനെ വല്ലാത്ത പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ, ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ രാവിലെ തൊട്ട് ഒരു അനക്കവും ഇല്ല, എന്താണെന്ന് അറിയത്തില്ല. ഉടനെ മറ്റൊരു ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തൊണ്ടിടയായി തീർന്നു. അന്ന് വൈകിട്ട് 10 മണി ആയപ്പോഴാണ് എന്റെ കുഞ്ഞിന് അനക്കം വെച്ചത്. ഞങ്ങള് അന്ന് അച്ഛൻ 21 ദിവസം ഉപവാസത്തോണ്ടിരിക്കുക. അതിന്റെ 8ാമത്തെ ദിവസമായി ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അനക്കം വെക്കുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴവര് പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, വളർച്ച ഒത്തിരി കുറവാണ്, നീ നന്നായിട്ട് ആഹാരം കഴിക്കണം, നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടു. അന്നൊക്കെ ആ സാഹചര്യത്തില് ഞങ്ങൾക്ക് അധിക സപ്പോർട്ടൊന്നുമില്ല. അച്ഛന് കിട്ടുന്ന വളരെ തുച്ഛമായ സപ്പോർട്ടുകളാണ്. എന്നാൽ കഴിക്കുവാനില്ല, കുടിക്കുവാനില്ല, അങ്ങനെ അനേക പ്രയാസങ്ങളിലൂടെ ആ സമയത്തൊക്കെ കടന്നുപോയി. എന്നാൽ ഒരു ദിവസം ഞാൻ 7 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പൂനെയിൽ നിന്നൊരു അച്ഛന്റെ ഒരു കൂട്ടുകാരൻ, ഫ്രണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കടന്നു വരുവാൻ തക്കവണ്ണിടയായി തീർന്നു. ആ സഹോദരന് ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഗ്യാസും തീർന്നു, എല്ലാ സാധനങ്ങളും തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച സന്തോഷത്തോടെ ആ ദൈവദാസനെ മടക്കി അയക്കുവാൻ തക്കവണ്ണിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ മടക്കി അയക്കുന്ന സമയത്ത് ആ ദൈവദാസൻ അച്ഛന്റെ കയ്യില് 2000 രൂപ കൊടുത്തിട്ട് പറയുവാനിടയായി തീർന്നു, ഞാൻ ഇത് തരാൻ വേണ്ടിയിട്ടാ അച്ഛന്റെ അടുത്ത് വന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ വളരെ നിർബന്ധിക്കുകയായിരുന്നു ഇത് തരാൻ വേണ്ടിയിട്ടാ. ഞാൻ വളരെ അതിശയത്തോടെ ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീർന്നു. ഈ പൈസ കൊണ്ടുവന്നിട്ട് അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് തരാൻ വേണ്ടിയിട്ട് ദൈവാത്മാവിനെ പൂനെയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനിടയായി തീർന്നു എന്ന് പറഞ്ഞാണ് ജസ്റ്റിൻ ഈ പൈസ എനിക്ക് തന്നതെന്ന് പറയാനിടയായി തീർന്നു. ഞങ്ങള് ഉറക്ക നിലവിളിച്ച് കരയുവാൻ തൊണ്ടിടയായി തീർന്നു. ഗ്യാസ് തീർന്നു, ഒരു സാധനം പോലും വീട്ടിലില്ല ആ സമയത്ത്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അച്ഛന് ഭയങ്കര വിഷമമായി പോയി. അങ്ങനെ ആ ദൈവദാസൻ തന്ന പൈസ ഞങ്ങളുടെ ദശാംശം എടുത്ത് മാറ്റി വെച്ചിട്ട് ഗ്യാസ് നിറയ്ക്കും, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ട് 6ാമത്തെ മാസം അവസാനമായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇഡ്ഡലി കഴിക്കണം, ദോശ കഴിക്കണം, ചമ്മന്തി കഴിക്കണം, സാമ്പാർ കഴിക്കണം. ഇതൊക്കെ എന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുക. പക്ഷെ ഒന്നുമില്ല, മുമ്പിലൊന്നുമില്ല, കഴിക്കുവാനോ കുടിക്കുവാനോ ഒന്നുമില്ല. ഞാൻ രാത്രിയിൽ കിടന്നിങ്ങനെ ഓർത്തു, ദൈവമേ, നാളെ ഒരു ദോശ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ ഓർത്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എന്റെ ഒരു കൂട്ടുകാരി ചേച്ചി ഒരു പാക്കറ്റ് സാമ്പാറും ദോശയും ഇഡ്ഡലിയും ഞാൻ എന്തെല്ലാം വേണമെന്ന് പറഞ്ഞു അതെല്ലാം രാവിലെ 8 മണിയാകുന്നതിന് മുമ്പേ എന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുതരുവാനിടയായി തീർന്നു. ഇത് കഴിച്ച് ഞാൻ നിറകണ്ണുകളോടെ ആഹാരം കഴിക്കുവാനിടയായി തീർന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ എല്ലാം അറിയുന്ന ഒരു കർത്താവിനെയാണല്ലോ ഞാൻ സേവിക്കുന്നത് ഓർത്ത് ഞാൻ വാവിട്ട് നിലവിളിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ പീരീഡ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങള് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ കടന്നു പോകാനിടയായി തീർന്നു. അച്ഛൻ എന്നെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോന്നു. ആ സമയത്ത് തിരിച്ചു പോരുന്ന സമയത്ത് അച്ഛനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും മാതാവും അച്ഛന്റെ അമ്മച്ചിയും കൂടെ വരുവാനിടയായി തീർന്നു. തിരിച്ച് ട്രെയിനിൽ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് റെയിൽവേ ട്രാക്കിലൂടെ വേണം ഞങ്ങൾക്ക് നടന്നു പോകാം, കോട്ടയം റെയിൽവേ സ്റ്റേഷനിലൂടെ. ഞാൻ നടന്നു വന്ന സമയത്ത് എന്റെ കാല് തട്ടി ഞാൻ വയറ് തട്ടി റെയിൽവേ ട്രാക്കിലേക്ക് വീഴുവാനിടയായി തീർന്നു. പെട്ടെന്ന് എന്റെ അമ്മച്ചി എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞങ്ങള് അന്നേരം ഒന്നും തോന്നിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വയറുവേദന എടുക്കുവാനിടയായി തീർന്നു, നടുവിന് വേദനകൾ, പ്രയാസങ്ങളൊക്കെ. ഞാൻ പ്രാർത്ഥിച്ച് മാക്സിമം ഒരു കാര്യവും ഞാൻ ആരോടും പറയാറില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു, വെള്ളം കുടിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള ട്രിക്കുകൾ നടത്തിയിട്ടും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനിടയായി തീർന്നു. അപ്പോഴേക്കും മാതാവും ഞാനും കൂടെ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാ. അവര് പറഞ്ഞു അൾട്രാസൗണ്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് എടുത്തപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ല വയറ്റില്. ഫ്ലൂയിഡ് ഒത്തിരി കുറവായതുകൊണ്ട് അവര് പറഞ്ഞു ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആകണം. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞു. അങ്ങനെ 8ാം മാസത്തിലാണ് എന്റെ മൂത്ത കുഞ്ഞുണ്ടാകുന്നത്. ഡോക്ടർ ഇവിടുന്ന് പറഞ്ഞായിരുന്നു ഈ കുഞ്ഞുണ്ടാകുമ്പോൾ അതിന് കണ്ണ് കാണത്തില്ല, മൂക്ക് കാണത്തില്ല, കൈ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു.
എന്നാലും ഞാൻ 2 ദിവസം അവിടെ കിടന്നു. എനിക്ക് വേദന എടുക്കുന്നില്ലായിരുന്നു. പ്രസവിക്കാനുള്ള വേദന അവര് മരുന്ന് തന്നിട്ടും എനിക്ക് വേദന എടുക്കുന്നില്ല. അതിനുശേഷം 2 രാവും പകലും ഞാൻ ലേബർ റൂമിൽ കിടന്ന് നിലവിളിക്കുവാനിടയായി തീർന്നു. അതിനുശേഷമാണ് അവരെന്നെ മരുന്ന് വീണ്ടും ഒത്തിരി ഡോസ് മരുന്നുകളൊക്കെ കുത്തിവെച്ചിട്ടാണ് ഞാൻ പ്രസവിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ഉണ്ടായ കുഞ്ഞോ 90 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുഞ്ഞ്. അതിനുശേഷം അവളെ ICUലൊന്നും വെച്ചില്ല, ഞങ്ങളുടെ കയ്യിൽ തന്നെ തന്നു. ഒരു കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ അത്രയ്ക്ക് ചെറുതായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് വളർത്തുവാൻ തക്കോണിടയായി തീർന്നവളുണ്ടായപ്പോൾ അവൾക്ക് യാതൊരു വൈകല്യങ്ങളും ഇല്ലായിരുന്നു. സുന്ദരിയായ ഒരു നല്ല കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. ഒരു ബലഹീനതയും ഇല്ലാത്ത നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരുവാൻ തക്കോണിടയായി തീർന്നു. അങ്ങനെ അവളുടെ വളർച്ച എല്ലാം ഭയങ്കര വിശ്വാസമായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ അധികം മെഡിസിൻ ഒന്നും കഴിക്കാതെയാണ് തിരുവചനം വായിച്ചും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിഞ്ഞത് കൊണ്ട് അവൾക്ക് ഭയങ്കര ബുദ്ധിയെല്ലാം ദൈവം കൊടുക്കുവാൻ തക്കോണിടയായി തീർന്നു. അങ്ങനെ 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇവൾക്കൊരു ഭയങ്കര പനി ബാധിക്കുവാനിടയായി തീർന്നു. ഞങ്ങള് രാവും പകലും പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പനി അങ്ങ് കൂടുതലായിട്ട് കുഞ്ഞ് ബോധം കെട്ടുപോയതുപോലെ ആയിപ്പോയി. അതിനുശേഷം ഞങ്ങള് രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു, എന്നാ കുഞ്ഞിന് മരുന്ന് തരാം. മരുന്ന് എന്ത് ചെയ്താ കഴിക്കത്തില്ല, മരുന്ന് കൊടുക്കുന്നതെല്ലാം തുപ്പിക്കളയെ, പ്രാർത്ഥിച്ചാൽ മതി, യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചാൽ മതി, ഇത് തന്നെയാ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും പനി വിട്ടു മാറുവാൻ തക്കോണിടയായി തീർന്നു. അന്ന് മുതല് അവൾ ഒരു നല്ല പ്രായം വരെ മരുന്നുകളൊന്നും കഴിക്കത്തില്ലായിരുന്നു. അങ്ങനെ കൃപയാൽ ആ കുഞ്ഞിന്റെ ജീവിതം ദൈവത്തിന്റെ ആത്മാവ് അത്രത്തോളം നടത്തുവാനിടയായി തീർന്നതിന് ശേഷം 3-3.5 വയസ്സായപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് കൺസീവ് ആയി. അതിനു മുമ്പ് കർത്താവിന്റെ വേലയിലേക്ക് പ്രവേശിക്കുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഞങ്ങൾ 21 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ കർത്താവ് ദേവദാസന് ഒരു ദർശനം കൊടുക്കുവാനിടയായിത്തീർന്നു. ഞങ്ങൾക്കറിയത്തില്ല ബീഹാറി കോളനി എന്ന് പറയുന്ന സ്ഥലമുണ്ടോ, അതെവിടെയാ, എന്താണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നിർബന്ധത്താൽ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞാൻ എപ്പോഴും പ്രഷർ ചെയ്യുമായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ആ സമയത്തെല്ലാം ഈ ഡൽഹി പട്ടണത്തിലുള്ള സകല ദേശങ്ങളിലും എല്ലാ ഗാവുകളിലും എല്ലാ വഴിയോരങ്ങളിലും ഇവർ പോയി ട്രാക്ട് കൊടുക്കുകയും വചനം സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഇരുന്ന സമയത്താണ് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദർശനം കൊടുക്കുവാനിടയായി തീർന്നു. ബീഹാറി കോളനിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഷാദരയിലുള്ള, ഞങ്ങൾക്കറിയില്ല എവിടെയാ ഇതൊന്ന്, പക്ഷേ കുഞ്ഞിന് 6 മാസം പ്രായമുള്ളപ്പോൾ അവളെയും തോളയിലിട്ടുകൊണ്ട്, വാഹനങ്ങളൊന്നുമില്ല, വണ്ടിയൊന്നുമില്ല, ആ സമയത്ത് ഞങ്ങൾ നടന്ന് മണിക്കൂറുകൾ നടന്ന് ഇതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ മുഴുവൻ ചുറ്റി നടക്കുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ ബീഹാറി കോളനിയിൽ ഞങ്ങൾക്കൊരു റൂം ലഭിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ദൈവവേലയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും റൂം തരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു നേഴ്സാണ്, ജോലിയുണ്ട് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ബീഹാറി കോളനിയിൽ ഷാദര എന്ന സ്ഥലത്ത്, ബീഹാറി കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് റൂം എടുത്ത് അവിടെ കർത്താവിന്റെ വേല ആരംഭിക്കുവാനിടയായി തീർന്നത്. അതിനുശേഷം അനേക അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തുവാൻ കൊണ്ടിടയായി തീർന്നു. നിന്ദകള്, പരിഹാസങ്ങള്, ദുഷികള് എല്ലാം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഈ ബീഹാറി കോളനി കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു മലയാളി പോലും ഇല്ല, എല്ലാം ഹിന്ദിക്കാരുടെ ഇടയിൽ. അനേക പട്ടിണി കിടന്ന ദിവസങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ അതിലൊന്നും ഞങ്ങൾക്കൊരു പിറുപിറുപ്പും ഇല്ലായിരുന്നു. കർത്താവ് നടത്തി, ദൈവം ഞങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ അന്നും ഇന്നും ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ കടന്നു വന്ന സമയത്താണ് രണ്ടാമത്തെ കുഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാകുവാനിടയായി തീർന്നത്. അത് ഞങ്ങൾ കർത്താവിന്റെ വേല ആരംഭിച്ച സമയത്ത് 1 വർഷത്തോളം ഞാനും എന്റെ മൂത്ത കുഞ്ഞ്, ഞങ്ങൾ 3 പേരും മാത്രമായി ആരാധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 1 വർഷത്തോളം ഞങ്ങൾ 3 പേരും മാത്രം സഭായോഗം നടത്തി, 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി, പ്രസംഗിച്ചു, പാട്ടുപാടി. അങ്ങനെ 1 വർഷം ഞങ്ങൾ 3 പേരും തന്നെ. അതിനുശേഷം ഞങ്ങളുടെ കുറച്ച് കസിൻ സിസ്റ്റേഴ്സുമാര് ജോലിയോടനുബന്ധിച്ച് ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ അവരുമായിട്ട് ഞങ്ങള് ചെറിയ തോതിൽ ആരാധന ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കുറെ ബാച്ചിലേഴ്സ് പിള്ളേരെ, ആ സമയത്ത് 10-12 പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ മിഷൻ വർക്ക് ഇവിടെ ആരംഭിക്കുവാനിടയായി തീർന്നത്. ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ട്രാക്ട് കൊടുക്കുവാൻ എല്ലാം ഈ ദേശങ്ങളിലൂടെയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ട്രാക്ട് മുഖാന്തരം ഒരു സഹോദരൻ ഞങ്ങളെ വിളിക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ ഇത് എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഒരു ബയ്യ കടന്നു വന്നു. ആ ബയ്യ കുറെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ചേർത്ത് തന്നു. അവര് വന്നും പോയൊക്കെ നിന്നു. അങ്ങനെ ആ ബയ്യ മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ദൈവവേല ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനിടയായി തീർന്നത്. അതിനുശേഷം
2-3 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് വേറൊരു ഔട്ട് സ്റ്റേഷൻ വർക്ക്. ഞങ്ങള് ഔട്ട് സ്റ്റേഷൻ വർക്ക് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇവിടുത്തെ വർക്ക് മലയാളി ആരാധന ആയതുകൊണ്ട് ഹിന്ദിക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കര വാശിയായിരുന്നു എന്റെ അച്ഛന്. മറ്റാരുടെ സഹായം കൂടാതെ സ്വന്തമായ ഒരു വർക്ക് ആരംഭിക്കണമെന്നുള്ളത് അച്ഛന്റെ ഭയങ്കര ഒരു അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയായിരുന്നു. ഹിന്ദി ഒന്നും അറിയത്തില്ല. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഹിന്ദി പഠിക്കുവാൻ പോയി. ബൈബിൾ കോളേജിൽ ചേർന്നു. 1 വർഷത്തെ ഒരു ഹിന്ദി ട്രെയിനിങ് സെന്ററിൽ ചേർന്നു. അത് പഠിക്കുവാൻ തക്ക ഇടയായി തീർന്നു. അന്നേരം ഒന്നും ഹിന്ദി വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല. എങ്കിലും വീണ്ടും ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അറിയത്തില്ലെങ്കിലും അതിനുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഇന്നും അച്ഛന് ഹിന്ദി വായിക്കാൻ എഴുതാൻ അറിയത്തില്ല. പക്ഷെ മലയാളം വായിച്ചിട്ട് ഹിന്ദിയിൽ നന്നായിട്ട് പ്രസംഗിക്കും. ദൈവത്തിന്റെ ഒരു വലിയ കൃപയെ ഞാൻ അതാ കർത്താവിനോട് പ്രാർത്ഥിച്ചത്. ദൈവത്തിന്റെ കർത്താവ് ഒന്നും അറിയില്ലെങ്കിലും കർത്താവ് അനേകരെ ഞാൻ അപ്പച്ചന്മാരുടെ പ്രസംഗങ്ങൾക്ക് കേൾക്കുമായിരുന്നു. ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത അപ്പച്ചന്മാർ അമേരിക്കയിൽ ചെന്ന് പ്രസംഗിക്കുന്നതും. അപ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാകുമല്ലോ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. എല്ലാം സാധ്യമാക്കുന്ന ദൈവമാണല്ലോ. അപ്പോൾ കർത്താവേ, നീ എന്റെ ദാസന് വേണ്ടിയിട്ട് അത് ചെയ്യണമേ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അനേകരും ഞങ്ങളെ നിന്ദിക്കുമായിരുന്നു, പഴിക്കുമായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഹിന്ദി പഠിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ദകളും പരിഹാസങ്ങളുടെ ഒരു വലിയ കുമാരൻ തന്നെ ഞങ്ങളുടെ തലയിലുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അത് നമ്മള് ദാവീദ് പറയുന്നത് പോലെ മറ്റാരുമല്ല, നമ്മുടെ പ്രാണ സ്നേഹിതന്മാരും നമുക്ക് സഹായിക്കേണ്ടവർ, നമ്മളെ താങ്ങേണ്ടവരൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞു. എന്നാല് നമ്മുടെ ജീവിതത്തിൽ അനേക ഹേർട്ടുകൾ അനുഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തില് ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും പഴികളും ദുഷികളും ഒക്കെ ഞങ്ങൾ കേട്ടു. അതെല്ലാം ക്രിസ്തുവിൽ വളരുവാൻ ഞങ്ങൾക്കൊരു വളമായി തീർന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഇത്രത്തോളം നിൽക്കത്തില്ലായിരുന്നു. കർത്താവ് അതെല്ലാം ആ സമയത്ത് കുരിശ് ചുമക്കുവാൻ ഒരു കൃപ തന്നതുകൊണ്ടാണ് ഇത്രത്തോളം ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. അങ്ങനെ ഞങ്ങള് കർത്താവിന്റെ വേല ആരംഭിച്ചു. ജിൽമിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഔട്ട് സ്റ്റേഷൻ വർക്ക് ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങള് ആദ്യമായിട്ട് ആ അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുക. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത ട്രാഫിക് ജാമ. ഇടവഴിയിലൂടെ വേണം ഞങ്ങൾക്ക് പോകാൻ. അന്ന് ഞങ്ങൾക്ക് വാഹനമില്ല. ഞങ്ങള് ഒരു റിക്ഷയിൽ കയറി പോയി 3 മണിക്കൂർ എടുത്തു ആ വീട്ടിലൊന്ന് ചെന്നെത്തപ്പെടുവാൻ. അതിനുശേഷം ഞങ്ങൾ രാത്രിയായി 6 മണിയായി. കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ 6 മണിയായി സന്ധ്യയായ സമയത്ത് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ആന്റി വളരെ ബ്ലീഡിങ്ങിനാൽ, മാരകമായ ബ്ലീഡിങ്, മരിക്കത്തക്ക രോഗം പിടിച്ച് രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളെ ആ അങ്കിൾ വിളിച്ചുകൊണ്ട് പോകാനിടയായി തീർന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഒന്നും അറിയത്തില്ല, ശുശ്രൂഷയെ കുറിച്ചോ മറ്റ് ഒരു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ കർത്താവിന്റെ കൃപയെന്ന് പറയട്ടെ, ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ആന്റിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, വെള്ളം കൊടുത്തു. ജീവനോടെ ആ പുള്ളിക്കാരി എഴുന്നേറ്റിരിക്കുവാൻ തൊണ്ടിടയായി തീർന്നു. മരണത്തോട് മല്ലടിച്ച് കിടന്ന ആ പ്രിയ സഹോദരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞങ്ങളോട് ഒരുമിച്ചിരുന്ന് വർത്താനം പറയാൻ തുടങ്ങി. അന്ന് മുതല് അവര് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തൊണ്ടിടയായി തീർന്നു. അങ്ങനെ അവിടെ ഞങ്ങൾക്കൊരു ഹിന്ദി ഫാമിലിയെ ദൈവം തരുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ ബാച്ചിലറായ പിള്ളേരും അവർക്ക് അവധിയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും 4 മണിയാകുമ്പോൾ ആരാധനയ്ക്ക് ശേഷം ജിൽമിൽ കടന്നുപോയി വൈകുന്നേരം ഒരു സൺഡേ വർഷിപ്പും കൂടി അവിടെ ആരംഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 2-2.5 വർഷത്തോളം ഞങ്ങൾ അവിടെ അവരുടെ ഭവനത്തിൽ ആരാധിപ്പാൻ കൊണ്ടിടയായി തീർന്നു. അത് അവിടെ ചെന്ന സമയം മുതല് അനേക കുഞ്ഞുങ്ങള്, സ്ലം ഏരിയയാണ്, യാതൊരു സൗകര്യമില്ല, അവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, ഈച്ച കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ലം ഏരിയ. നമുക്കറിയാമല്ലോ സ്ലം ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയുള്ളതാ. കാല് വെക്കാൻ ഇടയില്ല. അതേപോലെ നാളി ഇങ്ങനെ തുറന്ന് കുഞ്ഞുങ്ങളെല്ലാം മലവിസർജനം ചെയ്യുന്നത് വഴി ആ റോഡിന്റെ സൈഡിലൂടെ അതിന്റെ ഇടയ്ക്കൂടെ വേണം കടന്നു പോകാൻ അവരുടെ വീടുകളിലേക്ക്. ഞങ്ങൾ അവിടെ ചെന്ന് കാൽ കുത്തിയ സമയം മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവം ഈ ദേശത്തിനൊരു അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം കൊടുക്കണമേ എന്ന്. അന്ന് മുതൽ പ്രാർത്ഥിച്ചു. 2 വർഷത്തിനുള്ളില് ആ സ്ലമ്മുകളെല്ലാം വഴി ഉണ്ടാകുവാനിടയായി തീർന്നു. ആ ഓടകളെല്ലാം അടയപ്പെട്ടു. അങ്ങനെ വലിയൊരു വ്യത്യാസം കാണുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വേല ചെയ്യുവാൻ ആരംഭിച്ചു. അനേക കുഞ്ഞുങ്ങള്, നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പാപത്തിനടിമപ്പെട്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഞങ്ങൾ കടന്നു ചെന്ന ആ സമയത്തൊക്കെ അനേക പ്രിയപ്പെട്ടവരെ കടന്നു വരുവാനും ഈ ആന്റിയുടെ സാക്ഷ്യം കേട്ടിട്ട് അനേകര് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുക്കൽ വരുവാനിടയായി തീർന്നു. അനേകര് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചിട്ട് കടന്നുപോയി. കർത്താവ് അനേകരെ സൗഖ്യമാക്കിയില്ല. ഞങ്ങൾക്ക് അതിന് വിഷമമൊന്നുമില്ല. എല്ലാവരും വന്നില്ലല്ലോ എന്നോർത്ത് വിഷമമൊന്നുമില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് അവരോട് പറയുവാൻ തക്കവണ്ണം തീർന്നു. അനേകര് സൗഖ്യം പ്രാപിച്ച് കടന്നുപോയി. ഇന്ന് അവിടെ 4 ഫാമിലി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ദൈവം അവിടെ തന്നിട്ടുണ്ട്.
ദൈവത്തിന് മഹത്വം. എല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾക്ക് പുകഴുവാനോ പറയുവാനോ ഒരു യോഗ്യതയുമില്ല. ആ സ്ഥാനത്താണ് കർത്താവ് ഇത്രത്തോളം ഒന്നും അറിയത്തില്ലാത്ത പൊട്ടരായ ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു ഫാമിലി കടന്നു വരുവാനിടയായി തീർന്നു. 4 കുഞ്ഞുങ്ങളും ഒരു മാതാവും പിതാവും. ആ മാതാവാണ് ആദ്യം കടന്നു വന്നത്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോകാനിടയായി തീർന്നു. ഞങ്ങൾ ചെന്നപ്പോൾ മറയിട്ടിരിക്കുന്ന ഒരു വീട്ടിന്റെ അകത്തേക്ക് 4 കുഞ്ഞുങ്ങള്, 2 പെൺകുഞ്ഞുങ്ങള്, പ്രായപൂർത്തിയായ 10ഉം 13ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങള്, 5ഉം 6ഉം വയസ്സുള്ള 2 ചെറുക്കൻ കുഞ്ഞുങ്ങള്. ഒറ്റ മുറിയുള്ള അവരുടെ വീട്ടിൽ ഒന്നുമില്ല. നാട്ടിലത്തെ രീതി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കക്കൂസിന്റെ അത്രയും വലിപ്പമേ ഉള്ളൂ അവരുടെ റൂമിന്. അതിന്റെ അകത്താണ് ഈ 6 പേര് താമസിക്കുന്നത്. ഞങ്ങൾ അവിടെ വളരെ ഹൃദയവേദനയോടെ കടന്നു ചെല്ലുവാതൊക്കെ ഇടയായി തീർന്നു. അവര് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കടന്നു പോന്നു. അവര് തന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് കടന്നു പോന്നു. പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചു, പാസ്റ്റർ ജി വരാമോ, ദീദി വരാമോ എന്ന് ചോദിച്ച് വിളിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സ്നേഹമാണ് അവരെ അത്രത്തോളം ആകർഷിച്ചത്. ആ കുഞ്ഞുങ്ങൾ പറയുക, ഞങ്ങള് സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ സ്നേഹിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞങ്ങളെ ഇന്ന് വരെ ആരും സ്നേഹിച്ചിട്ടില്ല, ഞങ്ങളെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഈ ജുഗിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ആരും സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞുങ്ങള് വളരെ താല്പര്യത്തോടെ എന്നോട് സംസാരിക്കേണ്ടതായി തീർന്നു. ഞാൻ ആ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവരുടെ സങ്കടത്തിൽ അവരോട് കൂടെ കരയുവാനും അവരുടെ സന്തോഷത്തിൽ അവരോട് കൂടി ചിരിക്കുവാനും അവരെ പോലെ ആയിത്തീരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് സ്നേഹത്തിലൂടെ ആകർഷിക്കുവാൻ ദൈവം എനിക്കൊരു കൃപ തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ആ കുടുംബം രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. മൂത്ത മോളാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത്. അവളുടെ പേര് പ്രീതി എന്നാണ്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിൽ വളർന്നു വരുവാൻ ഇടയായി തീർന്നു. ആ ഭവനത്തിന്റെ അവസ്ഥയ്ക്കെല്ലാം വലിയ വ്യത്യാസം. കർത്താവ് ചെല്ലുന്നിടത്ത് കർത്താവ് തന്നെ മാറ്റങ്ങൾ വരുത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. അവരുടെ വീട്ടിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവരുടെ പപ്പ ജോലി ചെയ്തുകൊണ്ട് വരണം, വൈകുന്നേരം അതുങ്ങൾ നോക്കിയിരിക്കും. വൈകിട്ടത്തെ ആഹാരം കഴിക്കുവാൻ അവരുടെ പപ്പ ജോലി ചെയ്തുകൊണ്ട് വന്നിട്ട് വേണം അവർക്ക് ആഹാരം പോയി മേടിച്ച് ഉണ്ടാക്കുവാൻ. ഒരു പാവ് അരി, ഒരു പാവ് ചീനി, ഇതെല്ലാം വൈകുന്നേരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ആ സമയത്ത് ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് അവരുണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളായിരുന്നു ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഭവനം 1 മാസത്തെ റേഷൻ കൊണ്ട് നിറയട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്ന് അവര് എല്ലാ മാസവും അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിറച്ചു വെക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ കരുണയൊന്ന് മാത്രം ആ കുടുംബത്തെ ദൈവം സ്നേഹിച്ചു. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. ആ കുഞ്ഞുങ്ങൾ 2 പേരും കർത്താവിന് ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ കുടുംബം രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. അതിനുശേഷമാണ് ഈ മൂത്ത കുഞ്ഞിന് വളരെ പ്രതിസന്ധി ഉണ്ടാകുവാനിടയായി തീർന്നു. അതിനു മുമ്പുള്ള ഒരു ദൈവം ഞങ്ങളെ നടത്തിയ ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇനി സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ ഞാൻ 2ാമത് കൺസീവായി. ഞങ്ങള് അച്ചാച്ചൻ ആ സമയത്തെല്ലാം 7 ദിവസവും ഉപവാസം, 10 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം, അങ്ങനെ ഉപവാസമായതുകൊണ്ട് വളരെ പ്രാർത്ഥനയും കാര്യങ്ങളും അനേക ദേവദാസന്മാരെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ആ ഒരു ആത്മസന്തോഷം ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കൺസീവ് ആയത്. അപ്പോൾ ഇപ്പൊ വേല തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഈ കുഞ്ഞിനെ വേണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു പ്രയാസത്തിലൂടെ ദൈവം തന്നതാണല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങള് വളരെ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം ഇപ്പോൾ ഞങ്ങൾ വേല തുടങ്ങിയതല്ലേ ഉള്ളൂ, എല്ലാത്തിനും കൂടെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലല്ലോ എന്നോർത്തുള്ള ഒരു വിഷമത്തിൽ ഞങ്ങൾ ഇങ്ങനെ വളരെ പ്രയാസത്തോട്ടിരുന്നു. എന്നാല് ദൈവം തന്നതാണെങ്കിൽ അതിനെ ആർക്കും നശിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളൊരു സത്യം അന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. ആ കുഞ്ഞ് എന്റെ ഉദരത്തിൽ വളരുവാനിടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എനിക്കൊരു തലമുറയെ തരുന്നുവെങ്കിൽ അത് ശമൂവേൽ ബാലന്റെ കൂടിരിക്കുന്ന ഒരാൺ തലമുറയെ എനിക്ക് വേണമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അന്നു മുതല് എന്റെ ഡെലിവറിയുടെ ദിവസം വരെ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആ സമയങ്ങളിലെല്ലാം അനേക ദേവദാസന്മാർ വന്ന് എന്നോട് ആലോചന പറയുമായിരുന്നു. ഒരു ദിവസം പൂനെയിൽ നിന്ന് വന്ന ഒരു ദേവദാസൻ, അന്ന് ഞങ്ങൾ 21 ദിവസവും ഫാസ്റ്റിംഗ് പ്രയറിലായിരുന്നു. കടന്നു വന്നൊരു ദേവദാസൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന്. എന്നാൽ എന്ത് വാളാ, എങ്ങനെയുള്ള വാളാ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്തു എന്റെ കൂടെ ഇരിക്കുന്ന സഹോദരിയുടെ ആയിരിക്കുമെന്ന്.
പക്ഷെ അത് എന്നോട് തന്നെയായിരുന്നു. അതെന്റെ ഹൃദയത്തിലാ പതിച്ചത്. പക്ഷെ ഞാനത് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം 8ാം മാസത്തിൽ ഞാൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ സ്കാൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ ഡെയിലി റുട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാ. എന്റെ കയ്യിൽ വണ്ടിക്കൂലി അല്ലാതെ മറ്റൊരു 5 പൈസ ഇല്ല. ഞാൻ തന്നെയാ പോയത്. അച്ചാച്ചനും കുഞ്ഞും വീട്ടിലിരുന്നു. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എന്റെ ഒരു കൂട്ടുകാരി ചേച്ചി ഇവിടെ GTBയിലുണ്ട്. ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്ന് വരികയാണ് ഡോക്ടറെ കാണാൻ, അതിന് നീ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു സ്കാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ഞാനപ്പോ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യും? ചേച്ചി പെട്ടെന്ന് പേഴ്സിന്റെ അകത്തുനിന്ന് പൈസ എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ പോയി സ്കാൻ ചെയ്തോണ്ട് വാ, ഡോക്ടർ എന്നാ പറയുന്നത് നമുക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി സ്കാൻ എടുത്തോണ്ട് വന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, നീ ഡോക്ടറെ കാണാൻ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആകണം, എന്റെ വയറ്റിൽ ഒട്ടും ഫ്ലൂയിഡ് ഇല്ല, ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആകണം, ഒന്നെങ്കിൽ ഫ്ലൂയിഡ് കയറ്റണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരും, എന്താന്ന് വെച്ചാ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ച് അഡ്മിറ്റ് ആക്കുവാനിടയായി തീർന്നു. ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അവര് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വരുവാനിടയായി തീർന്നു. അങ്ങനെ ചൊവ്വാഴ്ച പോയി. അന്ന് തന്നെ അവിടെ അഡ്മിറ്റ് ആയി. 2-3 ദിവസത്തിന് അവിടെ കിടത്തി. ഫ്ലൂയിഡ് കയറ്റി. എന്നിട്ടൊന്നും യാതൊരു വ്യത്യാസമില്ല. കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നതല്ലാതെ ഫ്ലൂയിഡ് അങ്ങ് കൂടുന്നില്ല. ഇതെവിടെ പോകുന്നു എന്ന് അറിയത്തില്ല. അങ്ങനെ ബുധനാഴ്ച ആയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു സിസേറിയനുള്ള കാര്യങ്ങൾ ചെയ്യണം, ഡെലിവറി ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വ്യാഴാഴ്ചയായി. ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞാൻ ഡെലിവറി ആകണോ എന്ന് തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യത്തെ പ്രസവത്തിന് പ്രാർത്ഥിച്ച്, കർത്താവ് ഇതേപോലെ വേദന എനിക്ക് തരുന്നത്, എനിക്കൊരു വേദനയില്ലാത്തൊരു പ്രസവം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവര് സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയി. ഒരു ദിവസം രാത്രിയില് ഇവര് പേപ്പറുകളെല്ലാം ശരിയാക്കി വെച്ചേക്കുന്നു. എന്റെ അച്ഛന്റെയും അനുവാദത്തിന് വേണ്ടിയിട്ട് മാത്രം അവർ കാത്തിരിക്കുക. അവര് എനിക്ക് മെഡിസിൻ ഇട്ടിട്ടും എനിക്ക് വേദന വരുന്നില്ല. അന്ന് രാത്രി ഞാനൊരു ദർശനം കാണുവാനിടയായി തീർന്നു. ഒരു ഭയങ്കര പ്രകാശമുള്ള ഒരു കൈ വന്ന് എന്റെ വയറിന്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞിനെ പുറത്തെടുക്കുന്നതായിട്ട് ഞാനൊരു ദർശനം കണ്ടു. അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി, ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, അച്ഛാ സൈൻ ചെയ്ത് കൊടുക്ക്, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, ദൈവം എന്നെ ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദുഃഖവെള്ളിയാഴ്ച രാവിലെ അവര് ഞങ്ങളെ ഓപ്പറേഷൻ ചെയ്തു. വൈകുന്നേരം ആയപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുവാനിടയായി തീർന്നു. അപ്പോഴത്തേക്കും കുഞ്ഞ് ബിൽക്കുൽ ബ്ലൂയിഷ് കളറിലായി. പെട്ടെന്ന് തന്നെ അവര് ICUവിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയത്തില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ അപ്പോഴ് സിസേറിയൻ ടേബിളെ കടന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ ഒരു വലിയ പരമ്പര. എന്നെ എത്രത്തോളം അവര് ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് അനസ്തേഷ്യ തന്നിട്ട് എന്റെ ശരീരം ഉണ്ടെന്ന് എനിക്കറിയാം, എന്റെ മൈൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. പക്ഷെ ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലൂടെ ദൈവം എന്നെ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാൻ അറിയുന്നില്ല വരുവാനിരിക്കുന്ന വേദനകളാണോ എന്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കർത്താവ് അനുഭവിച്ച പീഡകളെ ധ്യാനിച്ചു കൊണ്ടിരിക്കാൻ അന്ന് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ആ സിസേറിയന്റെ കടലിൽ കിടന്നുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ഇങ്ങനെ ധ്യാനിക്കുവാനിടയായി തീർന്നു. അപ്പോഴാണ് എനിക്ക് കർത്താവിന്റെ സ്നേഹവും കരുതലും എല്ലാം ആ സമയത്ത് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ പുറത്തു വന്നു. എന്നെ സിസേറിയൻ ചെയ്ത സാധാരണ കുഞ്ഞുങ്ങളെ എടുത്ത് കാണിക്കാറുണ്ട്. എന്നാൽ എന്റെ കുഞ്ഞിനെ അവര് എന്നെ കാണിക്കാതെ വേഗത്തിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ 18-ാമത്തെ ദിവസമാണ് എന്റെ കുഞ്ഞിന്റെ മുഖം കാണുന്നത്. അവൻ ICUവിലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു കുഞ്ഞ് മരിച്ചോ ഇല്ലയോ. ഉണ്ടെന്നറിയാം, പക്ഷേ ജീവിക്കുമെന്നും എനിക്കറിയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുശേഷം അനേക പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. 18-ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ അത്രയും ദിവസം ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അനേക ദൈവദാസന്മാരുടെ കരുതലും മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ ആരും ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ ഇല്ല. എന്നാല് ദൈവത്തിന്റെ ദാസന്മാരും ദൈവഭൃത്യന്മാരും അനേക സഹോദരങ്ങളെ, എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള എല്ലാ ചേച്ചിമാരും അനേകര് ആ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുവാനും ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുവാനും കർത്താവ് ആ സമയത്തെല്ലാം അനേകരെ ഉപയോഗിച്ചു. ദൈവത്തിന് അതിന് നന്ദി പറയുന്നു. ഇവരെല്ലാം ഈ സമയത്ത് ഓർക്കേണ്ടത് എന്റെ കടമയായ എന്റെ കർത്തവ്യമാണ്. കാരണം ആ മാതാപിതാക്കന്മാരോ സഹോദരങ്ങളോ ആരുമില്ലാത്ത ഈ പട്ടണത്തില് സഹായിക്കുവാൻ ആരുടെയും ഒരു ദുഃഖം അറിയിക്കാതെ, സഹോദരങ്ങൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അറിയിക്കാതെ അനേക ദൈവദാസന്മാർ ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ തക്കനിടയായി തീർന്നു. അങ്ങനെ അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഞാൻ അത്രയും ദിവസം ആ ഹോസ്പിറ്റലിൽ വെള്ളമാണ് കുടിച്ചത്. വീട്ടിൽ കടന്നു വന്നതിന് ശേഷം ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിൽ കടന്നു വന്നു. അതിനുശേഷം
എനിക്ക് പെട്ടെന്ന് പനി വരുവാനിടയായി തീർന്നു. അങ്ങനെ വല്ലാത്തൊരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. അങ്ങനെ പനി വന്നിട്ട് രാത്രി ഒന്നും എനിക്ക് ഉറക്കമില്ല. എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുവാൻ കഴിയുന്നില്ല. രാവും പകലും എനിക്ക് ഉറക്കമില്ലാതെ ടൈഫോയിഡ് എന്റെ തലയ്ക്ക് കയറി പിടിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. അതിനുശേഷം ഞാൻ 2-3 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന്. അങ്ങനെ അതിനുശേഷം എന്റെ ബോധം വല്ലാത്ത ഇതിലേക്ക് മറിഞ്ഞു പോകാനിടയായി തീർന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ദൈവം എന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. അനേക ദൈവദാസന്മാർ ആ സമയത്ത് വീട്ടിലുണ്ട്, പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവരുണ്ട്, ഡെലിവറി കഴിഞ്ഞിട്ട് കാണാൻ വന്നവരുണ്ട്. അങ്ങനെ അനേകർ എന്റെ അവസ്ഥ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ ബോധം മറിഞ്ഞു പോയി. ഒരു ദിവസം വൈകുന്നേരം എന്നെ ജബർദസ്തി, അപ്പൊ എനിക്ക് ബോധമില്ല, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. അപ്പൊ എല്ലാവരും പേടിച്ചു പോയി. സിസേറിയൻ ചെയ്തിട്ട് എന്റെ വയറ്റിൽ എന്തെങ്കിലും ഉപകരണങ്ങളോ സിസറോ വല്ല ഇട്ടത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി അൾട്രാസൗണ്ട് എടുത്തപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴാണ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ടൈഫോയിഡ് മെനിഞ്ചൈറ്റിസ് ആയി മാറി എന്റെ തലയ്ക്കകത്ത് കയറി പിടിച്ചിട്ട് വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ എന്നെ അവരൊരു ട്രോമ കെയറിലേക്ക് മാറ്റുവാൻ ഇടയായി തീർന്നു. ആഴ്ചകളായി ഞാൻ ഉറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, ആ കുഞ്ഞ്, എന്റെ അച്ഛനും ആ വിശ്വാസത്തിലേക്ക് വന്ന രജനി എന്ന് പറയുന്ന ആ കുഞ്ഞ് മാത്രമേ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവള് നിന്ന് കരയുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ നാളുകളായി ഉറങ്ങിയിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. അങ്ങനെ എനിക്ക് അവരൊരു ഇഞ്ചക്ഷൻ തന്നു. ഞാൻ ആ ഇഞ്ചക്ഷനോട് കൂടി മയങ്ങിപ്പോകാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ വലിയൊരു ദർശനം കാണുകയാണ്. മരണത്തിന്റെ പല മുഖങ്ങളാണ് ഞാൻ കണ്ടത്. ഞാൻ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുന്നു, പക്ഷെ എന്നെ ഒരു വലിയ കരണ്ട് എന്നെ അടിച്ചു. ഞാൻ ആ ലൈറ്റിന്റെ മേളിലേക്ക് ഇങ്ങനെ പോകുവാനിടയായി തീർന്നു. എന്നെ പിടിക്കാൻ വരുന്നവർക്ക് ആർക്കും എന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഞാൻ ആ ഇലക്ട്രിസിറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് മാത്രം എനിക്കറിയാം. എന്നെ പിടിക്കാൻ വരുന്നവര് അവർ മരിച്ചു പോകും, അവരും തകർക്കപ്പെടും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. ആ ദർശനം കണ്ട സമയത്ത് മരണത്തിന്റെ പല മുഖങ്ങൾ എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. എങ്ങനെ മനുഷ്യൻ മരിക്കുന്നു, ഇരുട്ടിലേക്ക് എങ്ങനെ പോകുന്നു. ഞാനിങ്ങനെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്നെന്നെ അത് താഴെ ഇടിപ്പിക്കാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ കാണുകയാണ് അഗാധമായ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനൊരിക്കലും ഒരു അന്തമില്ല. നിൽക്കാൻ നോക്കിയിട്ട് നിൽക്കുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം ഞാൻ വേറൊരു ദർശനം കണ്ടു. എന്നെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എന്നെ കയറ്റി. പെട്ടെന്ന് എന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ഞാനൊരു വലിയ മനുഷ്യത്തിയായി തീർന്നു. അതായത് ആ ബെഡ് നിറയെ ലിസിയ. അപ്പം പെട്ടെന്ന് ഡോക്ടർമാര് പേടിച്ചു പോയി. അനസ്തേഷ്യ തന്നപ്പോൾ എന്തോ സംഭവിച്ചതാ. ഞാനിങ്ങനെ വണ്ണം വെച്ചൊരു കട്ടില് നിറയെ ഉണ്ട്. പെട്ടെന്ന് അവര് ഡോക്ടർമാര് വന്ന് ഹസ്ബൻഡിനോട് ചോദിച്ചു, ജിജിമോനാണോ ഹസ്ബൻഡ്, ലിസി ഈസ് നോ മോർ എന്ന് അവരിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് അതിനുശേഷം ഞാനിങ്ങനെ കാണുകയും എന്നെ നോക്കി അസസം ഭയങ്കര പൊട്ടിക്കരയുന്നതായിട്ട്. കാരണം ഞാന് മരിച്ചുപോയി. അങ്ങനെ മരണത്തിന്റെ ഭീകരമായ ചില മുഖങ്ങളെ എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ കണ്ട് എങ്ങനെ മരിക്കുന്നു, എങ്ങനെ മരണത്തിന്റെ 7 മുഖങ്ങൾ എനിക്ക് അന്ന് ആ ദർശനത്തിൽ കാണുവാൻ കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ കണ്ണ് തുറന്നത്. ദൈവം എന്നെ ജീവിപ്പിച്ചതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയുവാനില്ല. കർത്താവാണ് എനിക്ക് പുതിയ ജീവൻ തന്നത്. ഞാൻ മരിച്ചതായിരുന്നു, ആ സമയത്ത് ഞാൻ മരിച്ചു പോയിരുന്നു. എനിക്ക് നന്നായിട്ടറിയാം ഞാൻ മരിച്ചു പോയെന്ന്. എന്റെ പ്രാണൻ എന്നിലില്ലായിരുന്നു. അങ്ങനെ പല അനുഭവങ്ങൾ, എന്റെ പ്രാണന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞാൻ മരിച്ചെടുത്തുനിന്ന് 3-ാം ദിവസം ഞാൻ എഴുന്നേറ്റ് വരുവാനിടയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്, ദൈവമേ, ഇങ്ങനെയും മനുഷ്യര് മരിക്കുമല്ലോ, ഇങ്ങനെയാണല്ലോ മരണത്തിന്റെ മുഖങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലാകുവാനിടയായിരുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെ വീണ്ടും മറ്റൊരു ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം എന്നെ അവര് വേറൊരു വാർഡിലേക്ക് മാറ്റി. ആ വാർഡിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ എനിക്ക് ചുമയാണെന്ന് വെച്ചാൽ ചുമയല്ല, ഇങ്ങനെ ശ്വാസം മുട്ടുന്നുണ്ടോന്ന് ചോദിച്ചാൽ ശ്വാസം മുട്ടുന്നില്ല. പക്ഷെ അവര് ഓക്സിജന്റെ ലെവൽ നോക്കിയപ്പോൾ എന്റെ ഓക്സിജന്റെ ലെവൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട്, ചുമക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചുമക്കുന്നില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഞാൻ രാത്രി മുഴുവൻ കടന്നുപോയി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് ബ്ലഡ് ഇടേണ്ടെന്ന അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ ആ ബ്ലഡ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദൈവാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു, ഇത് നിന്റെ ബ്ലഡ് അല്ല, എന്റെ ബ്ലഡാ. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി, നീ എന്റെ അശുദ്ധമായ രക്തമെല്ലാം ഊറ്റിയിട്ട് നിന്റെ രക്തം എന്നിൽ കയറ്റുന്നുവെങ്കിൽ നീ എനിക്ക് പുതുജീവൻ തന്നുവെങ്കിൽ, യേശുവിന്റെ രക്തം മൂലമാണല്ലോ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അവനിലൂടെയാണല്ലോ എനിക്ക് പുതിയ ജീവൻ ലഭിക്കുന്നത്. ആ രക്തത്തിന് മാത്രമേ ജീവൻ തരുവാൻ കഴിയത്തുള്ളല്ലോ എന്ന് ഞാൻ ഇങ്ങനെ
ആ ബെഡിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ആ ഒരൊറ്റ ബ്ലഡ് വായ്ക്കല്ലാതെ മറ്റൊന്നും കയറ്റുവാനിടയായി തീർന്നില്ല. അതിനുശേഷം ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ചില മാസങ്ങൾ ഞാൻ ശാരീരികമായി റെസ്റ്റിലായിരുന്നു. അതിനുശേഷം ഒത്തിരി അനുഭവങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകാനിടയായി തീർന്നു. ഇതാണ് മരണത്തിൽ നിന്ന് വിടുവിച്ച ആ കർത്താവിന്റെ കരുതലും എല്ലാം എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാനിടയായി തീർന്നു. എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയുവാനോ എന്റെ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ഒന്നും പറയാതെ ഇതെല്ലാം കർത്താവ് അനുഭവിക്കുവാൻ തന്നതിനെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു കർത്താവിന്റെ വേലയിൽ തുടർന്നു പോകുവാൻ ദൈവം സഹായിച്ചു. ഇനി കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങള് ഞാൻ അല്പം പറയാം. അതിനുശേഷം ഞാൻ 6 മാസം റെസ്റ്റിന് ശേഷം കുഞ്ഞിനെയുമായിട്ട് ഞങ്ങൾ വീണ്ടും ആ സ്ലം ഏരിയയിലേക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ കടന്നുപോയി. അപ്പോഴേക്കും അവിടെ അനേകര് ഞങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ മതം മാറ്റാൻ വന്നവരാ, വിധവ പെണ്ണുങ്ങളുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കുശുകുശുപ്പും ഭയങ്കര പ്രയാസങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ പോയപ്പോൾ ഞാനും എന്റെ മൂത്ത കുഞ്ഞും കൂടെ പെട്ടെന്ന് ആ ഭവനത്തിലേക്ക് ഒരു സ്ഥലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേറൊരു ഭവനത്തിൽ വിസിറ്റ് ചെയ്യാൻ പോയതാ. അവിടെയും ചെന്ന് അല്പസമയം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അച്ചാച്ചൻ കുഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് അവൻ 6 മാസം പ്രായമുള്ള തോളയിലിട്ടുകൊണ്ട് പതുക്കെ വരികയായിരുന്നു. അന്ന് അച്ചാച്ചന് ഹിന്ദി പറഞ്ഞാൽ അധികം ഒന്നും തിരിയത്തില്ല, എന്തോ പറഞ്ഞാലും ചിരിക്കും. അപ്പൊ അവരോർക്കും എല്ലാം മനസ്സിലായത് കൊണ്ട് ചിരിക്കുന്നതായിരിക്കും. പക്ഷെ ആക്ച്വലി അച്ചാച്ചന് മനസ്സിലാകാത്തത് കൊണ്ടും മനസ്സിലായി എന്നുള്ള ഭാവത്തിൽ ആരെന്ത് പറഞ്ഞാലും ചിരിച്ചു കാണിക്കാം. അങ്ങനെയുള്ളൊരു കൃപ എന്റെ അച്ചാച്ചനുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കയറി റൂമിന്റെ അകത്തേക്ക് കയറി. അപ്പോഴത്തേക്കും അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ കുറുവടിയൊക്കെ ആയിട്ട് ഇരുന്ന് അവരവിടെ ചീട്ട് കളിക്കുന്നൊരു സ്വഭാവമുണ്ട് അവരുടെ വീടിന്റെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട്. അപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവരെല്ലാരും കൂടി അച്ഛനെ വളഞ്ഞിട്ട് പറഞ്ഞു, നീ ഇനി മേലാൽ ഇവിടെ കാലുകുത്തി പോയേക്കരുത്, നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വട്ടം കൂടി നിന്ന് എന്തോ സംതിങ് സംസാരിച്ചു. ഞങ്ങള് അകത്ത് കയറിയിട്ട് പെട്ടെന്ന് ഇവരെല്ലാം വട്ടം കൂടിയത് കണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും, ഇനി നീ ഇവിടെ വന്നു പോയേക്കരുത്, വന്നാൽ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു സാരമില്ല, സോറി, ഇനി ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെയും കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് അകത്ത് കയറി. ഞങ്ങൾ ആ കഥ കടച്ചിട്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ പെട്ടെന്ന് ദൈവാത്മാവ് തന്നൊരു വചനമുണ്ട്, 6ാമ സൈന്യത്തെ അന്ധത പിടിപ്പിച്ചതുപോലെ ഞാൻ ഈ ജനത്തിന്റെ മേൽ അന്ധത വരുത്താൻ പോവുകയാണെന്ന്. ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു മനുഷ്യനെയും കാണാൻ, അവരുടെ കുറുവടിയും കണ്ടില്ല, ചീട്ട് കളിക്കുന്ന എല്ലാ സാധനങ്ങളും അവിടെ എല്ലാം വൃത്തിയായിട്ട് കിടപ്പുണ്ട്, ആൾക്കാർ എതിലെ പോയെന്ന് കണ്ടില്ല. ദൈവം അവിടെ ഇറങ്ങിയെന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയുവാനില്ല. കാരണം എന്റെ അച്ഛന് ഭാഷ അറിയത്തില്ല, അവരെന്താ പറയുന്നതെന്ന് അറിയത്തില്ല, അവരെന്ത് പറഞ്ഞാലും ഒന്നും മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനില്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവാണ് ഞങ്ങൾ ഇവിടെ അയച്ചത്, കർത്താവിന്റെ വേല ഇവിടെ നടക്കും. അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു. ആ ഏരിയ എന്ന് പറയുന്നത് എന്നും ഒരു കൊലയെങ്കിലും നടന്നില്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഒരു സമാധാനമില്ല. എന്നും വഴക്കും അടിയും ബഹളങ്ങളും പോലീസ് കേസ്, ആത്മഹത്യകള്, തീ കൊളുത്തിച്ചാകല്, അങ്ങനെ പലവിധമാകുന്ന പൈശാചിക പോരാട്ടങ്ങളാല് ആ ജനം ഒരു ദിവസമെങ്കിലും ഒരാളെങ്കിലും അവിടെ മരിച്ചിരിക്കണം. അതാണ് അവിടുത്തെ നിയമം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുള്ള ഒരു സ്ലം ആയിരുന്നത്. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടുത്തെ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. വഴക്കുകൾ നിൽക്കുവാൻ തുടങ്ങി, മരണങ്ങൾ നിൽക്കുവാൻ തുടങ്ങി, ഗ്യാസ് പൊട്ടി മരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ വരെ. അങ്ങനെ ചെറുപ്പക്കാരായ അനേകര് തമ്മിൽ വെട്ടിമരിക്കുന്നു, പിടിച്ചു പറിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു കൊള്ളദേശം എന്ന് പറയാം. കാണാൻ കൊള്ളദേശം അല്ലെങ്കിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷം, മരണത്തിന്റെ നിഴലായിരുന്നു അവിടെ. എന്നാൽ കർത്താവിന്റെ നാമത്തിൽ അവിടെ കാൽ വെച്ചതോടുകൂടി ആ ദേശത്തിന് ഭയങ്കര സമാധാനം ഉണ്ടാകാനിടയായി തീർന്നു. ആമേൻ. ഇപ്പോൾ മരണങ്ങൾ കുറവാ, ഇപ്പോൾ അടികളും വഴക്കുകളും എല്ലാം കുറവാ. എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കുറയുന്നു, അപ്പോഴാണ് അവിടെ എന്തെങ്കിലും സംതിങ് സംഭവിക്കുന്നത്. ആമേൻ. അങ്ങനെ ഭയങ്കരമായ ഒരു മാറ്റം ആ ദേശത്തിന് വരുവാൻ തക്കോണിടയായി തീർന്നു, അവിടെയുള്ള ആളുകൾക്ക് വരുവാൻ തക്കോണിടയായി തീർന്നു. അങ്ങനെ കർത്താവായ ദൈവത്തിന്റെ സുവിശേഷം ആ ഗലികളിൽ മുഴുവൻ ആരെല്ലാം ഞങ്ങളെ അറിയുമോ അവരെല്ലാവരും ഇപ്പോൾ കുഞ്ഞുങ്ങൾ വരെ ജയമശി എന്ന് പറയാതെ ഞങ്ങളെ അവിടെ സ്വീകരിക്കത്തില്ല. ആ കുഞ്ഞുങ്ങളുടെ നാവിലൂടെ ആമേൻ ജയമശിക്ക്, പാസ്റ്റർ ജയമശിക്ക് എന്നുള്ള ഒരു വെൽക്കമാണ് ഞങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത്. ഇന്നും 14 വർഷമായി അവിടെ ഞങ്ങൾ പല വർഷങ്ങള് കൊറോണയ്ക്ക് മുമ്പ് വരെ VBSകൾ നടത്തുമായിരുന്നു, കുഞ്ഞു പ്രോഗ്രാമുകൾ അവിടെ നടത്തുമായിരുന്നു. അങ്ങനെ അനേക കുഞ്ഞുങ്ങൾ അവിടെ
കർത്താവിനെ വിത്ത് ഞങ്ങൾ അവിടെ അനേക വർഷങ്ങൾ വിതറുവാൻ തക്കനിടയായി തീർന്നു. BBS സമയത്തൊക്കെ 100 കുഞ്ഞുങ്ങൾ കൂടുതലധികം ചെറിയ ടെറസുകളാ, എന്നാൽ അവിടെ നിൽക്കാൻ ഇടയില്ലാത്ത വിധത്തിൽ അനേക കുഞ്ഞുങ്ങൾ അവിടെ BBS വരുമായിരുന്നു. അങ്ങനെ ഈ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വിത്ത് ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾ ഒരു നല്ല ശതമാനം യൗവനക്കാർ, ഇപ്പോൾ അവിടെ യൗവനക്കാരാ, 14 വർഷമായില്ലേ അവിടെ ചെന്നിട്ട്. അപ്പോൾ അവിടെ വളർന്നു വന്ന അനേക കുഞ്ഞുങ്ങളുടെ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ മിനിസ്ട്രി വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ പ്രീതി എന്ന് പറയുന്ന കുഞ്ഞിന് വളരെ പൈശാചിക ബാധയാൽ അവള് ബുദ്ധിമുട്ടുവാനിടയായി തീർന്നു. അവളെ ഫാനിൽ തൂക്കി മരിക്കുവാൻ നോക്കുന്നു. അങ്ങനെ ഭയങ്കര വയലന്റ് ആയിട്ട് അവള് നിന്നു. ഞങ്ങള് അനേക ദേവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും ഈ കൊച്ച് എന്റെ മേലുള്ള ആ ഭൂതബാധയൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല. ഞങ്ങൾ ദിവസങ്ങൾ എണ്ണി രാവും പകലുമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു ആ കുഞ്ഞിന്റെ മേലുള്ള ഈ പൈശാചിക ബാധയൊന്നും ഒഴിഞ്ഞു മാറുവാൻ. 40 രാവും 40 പകലും ഗോലിയാത്ത് വെല്ലുവിളിച്ചതുപോലെ ആ കുഞ്ഞിന്റെ മേൽ നിന്നുകൊണ്ട് ആ പൈശാചിക ബാധ ഞങ്ങളോട് വെല്ലുവിളിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഒരാഴ്ച ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു നിർത്തി ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങളുടെ നടുവിലിട്ടുകൊണ്ട് ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രാവും പകലും പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരു ദിവസം നന്നായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും, അവിടെ പിശാച് അവളുടെ മുടിയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ. അങ്ങനെ ഒരു വല്ലാത്ത വയലന്റ് രീതിയിൽ ആ കുഞ്ഞിന്റെ മേല് ദുരാത്മാവ് വ്യാപരിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി, ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഇവിടെ ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ കഴിയത്തില്ല, ദൈവനാമം ദൂഷിക്കപ്പെടും, അതുകൊണ്ട് നീ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് തന്നു, യുദ്ധം യഹോവയ്ക്കുള്ളതാ, ഈ യുദ്ധത്തിൽ പൊരുതുവാൻ നിനക്ക് ആവശ്യമില്ല. ഞങ്ങൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച കുഞ്ഞിന്റെ വീട്ടിൽ ചെന്നിട്ട് പരിശുദ്ധാത്മാവ് അപ്പോൾ പറഞ്ഞു, നിനക്ക് ഈ യുദ്ധത്തിൽ പങ്കില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, 136 സങ്കീർത്തനം വായിച്ച് 7 പ്രാവശ്യം ഞങ്ങൾ വായിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 7 പ്രാവശ്യം ആ സങ്കീർത്തനം വായിച്ചു. അപ്പോഴേക്കും ആ കുഞ്ഞിന്റെ ശരീരത്തുള്ള എല്ലാ ബാധയും അഴിഞ്ഞു മാറി. അവള് സുബോധത്തോടെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തന്നു. ഞങ്ങള് കഴിച്ചിട്ട് കടന്നു പോരുവാനിടയായി തീർന്നു. ദൈവം, ഞങ്ങൾക്ക് ശുശ്രൂഷ അറിയത്തില്ല, ഭൂതത്തിന്മേലുള്ള അധികാരമോ ശുശ്രൂഷകളോ ഒന്നും തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് തന്ന ഗൈഡൻസ് അനുസരിച്ച് ഞങ്ങൾ ചെയ്തപ്പോൾ ദൈവം അവിടെ വലിയൊരു അത്ഭുതം കാണുവാനൊക്കെ ഇടയായി തീർന്നു. അനേക ദേവദാസന്മാർ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് വന്ന് പ്രാർത്ഥിച്ചു, അനേകരെ ഞങ്ങൾ വിളിച്ചു വരുത്തി. എന്നാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ വലിയ പദ്ധതി എന്ന് പറയട്ടെ, ആ കുഞ്ഞിന്റെ മേലുള്ള പൈശാചിക ബാധ അന്ന് അഴിയുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം ശനിയാഴ്ച അവള് പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദനയുണ്ട്. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കുറച്ച് ഹിന്ദിക്കാരെ ഉള്ളപ്പം ഞങ്ങൾ ആഹാരം എല്ലാവർക്കും ഉണ്ടാക്കി, ദാൽ ചാവൽ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഈ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞു. ഞാൻ ഈ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവള് പറഞ്ഞു, ദീദി ഇന്ന പോലെ പാപങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എന്നെ വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞു, മോനെ നിനക്കത് വെളിപ്പെടുത്തിയെങ്കിൽ നീ അതിനെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവളിത് ഏറ്റു പറയാൻ തുടങ്ങി. ഏറ്റു പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്തു പോയി, ദൈവം എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുകയല്ല, പെട്ടെന്ന് അവൾക്ക് ഛർദി വന്നിട്ട് ഛർദിച്ച് ഭയങ്കര ചായക്കകത്ത് എന്തോ സാധനങ്ങൾ, ചെറിയ ചെറിയ കുരുക്കൾ പോലെയുള്ള സാധനങ്ങൾ അവൾ ഛർദിച്ച് കളയുവാനിടയായി തീർന്നു. ഞങ്ങളപ്പോൾ ആഹാരം കഴിച്ചിട്ട് 5 മിനിറ്റ് പോലും ആയില്ല, ദാൽ ചാവല് കഴിച്ചിട്ട് 5 മിനിറ്റ് പോലും ആയില്ല. അവള് ഛർദിച്ചത് വേറെ കുറെ സാധനങ്ങളാണ്. അന്ന് അവളുടെ ആ തലവേദന വിട്ടുമാറി ആ പൈശാചിക ബാധയിൽ നിന്ന് അവള് പൂർണ്ണമായി സ്വതന്ത്രമായി. ഇന്നും കർത്താവിന്റെ വേലയില് കാൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവളെ വിവാഹം കഴിച്ച്, ഒരു കർത്താവിന്റെ ദാസന്റെ കൂടെ വിവാഹം കഴിച്ച് വിടുവാൻ തക്കവണ്ണം തിരുന്നവള് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവളാണ് ദൈവം ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു ദൈവം ഞങ്ങൾക്ക് തന്ന ആദ്യ ഫലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അവളെ സ്നാനപ്പെടുത്തുവാനും അവളുടെ കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങളുടെ അടുക്കൽ വന്ന്, ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ എന്നാണ് എല്ലാവരോടും ഞങ്ങൾ പറയാറുള്ളത്. കാരണം അത്രത്തോളം സ്നേഹത്തിലും ദൈവിക പരിപക്വതയിലൊക്കെ വളർത്തുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയില് ഞങ്ങള് കർത്താവിന്റെ വേലയില് ആയിരിക്കുന്ന അനേക അവസരങ്ങള് ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം എന്റെ കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ, ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ ഇളയ മോന് അവന് വാക്സിനേഷന്റെ സമയമാകുമ്പോൾ ഭയങ്കര പനിയും ജലദോഷമൊക്കെ. ഓരോ വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും അവന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു. അങ്ങനെ ഇന്ന് വരെ 10 വർഷമായി ആദ്യത്തെ 1.5 മാസത്തെ വാക്സിൻ അല്ലാതെ മറ്റൊന്നും കൊടുക്കുവാൻ ഇതുവരെ ദൈവം അനുവദിച്ചിട്ടില്ല.
അപ്പൊ അതിൻ്റെതായ ചില പ്രയാസങ്ങൾ, അവന് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു ചെറുപ്രായത്തിലെ തന്നെ. എന്നാൽ പല പ്രാവശ്യങ്ങൾ അവന് ഒരു ദിവസം ഒരു പനി വന്നിട്ട് പെട്ടെന്ന് അവൻ ഷിവർ ചെയ്ത് ഫിക്സ് പോലെ അടിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അങ്ങനെ പല രാത്രികൾ ഈ 10 വർഷം കൊണ്ട് അനേക സമയങ്ങൾ എന്റെ കുഞ്ഞിന് വളരെ ശാരീരിക അസ്വസ്ഥതകളാലെല്ലാം ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. അവന് ഫിക്സിന്റെ അസുഖം ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാകുമായിരുന്നു ചെറുപ്രായത്തിലെ. അത് ഏകദേശം ഒരു 1.5 വയസ്സുള്ള സമയത്ത് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഗുഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോകുക. അപ്പോൾ അവന് ചെറിയ പനി ഉണ്ടായിരുന്നു അന്ന് രാത്രിയിൽ. 2016-ത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ 2016 ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഗുഡ്ഗാവിന് പോയിട്ട് വരുന്ന സമയത്ത് അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞു, നീ പെട്ടെന്ന് വരണം, ഒരു ക്ലാസ് എടുത്തിട്ട് പോരെ. എനിക്ക് 2 ക്ലാസ്സും തന്ന്, 1.5 മണിക്കൂറത്തെ ഒരു ക്ലാസ്സും വൈകുന്നേരം 3 മണി തൊട്ട് 5 മണി വരെ. അപ്പൊ 5 മണിക്ക് ശേഷം അവിടുന്ന് ബസ്സുള്ളൂ, അങ്ങോട്ട് ഡൽഹിക്കുള്ള ബസ്സുള്ളൂ. അപ്പൊ ഇതൊരു അകത്ത് ഒരു ഗ്രാമത്തിലാണ് ഇത് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അവിടെ കോർഡിനേഷൻ ചെയ്യുന്ന ആന്റി എന്നോട് പറഞ്ഞില്ല, ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ പോകാൻ നേരത്ത് 2 ക്ലാസ്സും കഴിഞ്ഞിട്ട് ബസ്സിൽ കയറാൻ നേരത്തെ പറഞ്ഞു, ലിസി ഇന്ന പോലെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, നീ പ്രാർത്ഥനയോടെ കടന്നു പോകണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എന്റെ ഹൃദയം പെട്ടെന്ന് ചഞ്ചലിച്ചു പോകാനിടയായി തീർന്നു. അപ്പോൾ ഈ ബസ്സിൽ കയറിയിരുന്ന സമയം മുതല് ഒരു വലിയ യുദ്ധത്തിലാണ് ഞാൻ ഏർപ്പെട്ടത്. പിശാചും ഞാനും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം നടക്കുവാനിടയായി തീർന്നു. പിശാച് പറഞ്ഞു, നിന്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അവൻ മരിച്ചു പോകും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിന്റെ വേല ചെയ്യും. ഞാൻ പിശാച് ബാധിച്ചവരെ അഴിച്ചു പുറത്തു കൊണ്ടുവരുവാനാ ദൈവം എന്റെ മേൽ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഞാൻ അത് ചെയ്യാനാ, നിന്റെ ശുശ്രൂഷ ചെയ്യാനാ ഞാൻ വന്നത്. എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വലിയ വിവാദത്തിലൂടെ ഞാൻ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് മെട്രോ കയറി ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ കുഞ്ഞ് വളരെ ബോധമില്ലാത്ത അവസ്ഥയില് ഇങ്ങനെ കിടക്കുകയാ. അച്ചാച്ചൻ ആ കുഞ്ഞിനെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ വരുമ്പോ. അന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലൊരു മീറ്റിംഗും ഓൾറെഡി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഞാൻ വന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് കണ്ണു തുറക്കുവാനിടയായി തീർന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിൽ എന്റെ ഇളയ കുഞ്ഞ് മൈക്കിൾ പലപ്പോഴും അവൻ മരണത്തോട് മല്ലടിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം അവന്റെ കണ്ണ് അടഞ്ഞു പോയിട്ടുണ്ട്. ജീവൻ അവനിൽ ഇല്ലാതെയായി തീർന്നിട്ട് ആ സമയത്തെല്ലാം ഞങ്ങള് നിലവിളിച്ചുകൊണ്ട് ഓടാതെ ജീവിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നത് കർത്താവിന്റെ വേല ചെയ്യാൻ. അതുകൊണ്ട് കർത്താവ് ജീവിപ്പിച്ചേ മതിയാകൂ, കർത്താവ് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. മരിക്കുകയാണെങ്കിൽ നിന്റെ ഹിതം, അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പല അവസരങ്ങളില് ഒരു ദിവസം ഒരു ക്രിസ്മസിന്റെ സമയത്ത് 24-ാം തീയതി 25-ാം തീയതി ഞങ്ങൾക്ക് അവിടെ ക്രിസ്മസിന്റെ പ്രോഗ്രാം ഉണ്ട്. അന്നാണ് ഞങ്ങൾ ആ ജിൽമിൽ എന്ന് പറയുന്ന കോളനിയില് വളരെ വിശാലമായ രീതിയിൽ സുവിശേഷം മൈക്കിലൂടെ വിളിച്ചു പറയുകയും കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അന്ന് വൈകുന്നേരം 24-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും എന്റെ കുഞ്ഞ് ഞാൻ തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ട് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഇവൻ ആ വെള്ളത്തിലെല്ലാം കളിച്ച് നടന്നിട്ട് പെട്ടെന്ന് അവന് ശരീരം വിറയ്ക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് വിറച്ച് അവന് ഫിക്സായി. ഒരു 7 മണിയായപ്പോ തുടങ്ങിയിട്ട് ഫിക്സ് അടിച്ചിട്ട് ഒരു 12 മണി വരെ എന്റെ കുഞ്ഞിനെ പിശാച് വല്ലാത്ത രീതിയിൽ ഷേക്ക് ചെയ്ത് ഭയങ്കരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് നിലപാട് വീണ് നിലവിളിച്ച് കരയുവാൻ തക്കൊണ്ടിടയായി തീർന്നു. അങ്ങനെ ആ 3-4 മണിക്കൂർ എന്റെ കുഞ്ഞ്, നമുക്കറിയാം ഇന്നത്തെ ലോകത്തിലുള്ളവര് ഒരു 2 മിനിറ്റത്തെ ഫിക്സ് വന്നാൽ അവര് ഉടനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. എന്നാല് ഞങ്ങൾ ആ 4 മണിക്കൂറും ദൈവത്തോട് മല്ലുപിടിച്ചതല്ല, ദൈവത്തെ വിളിച്ച് താഴെ ഇറക്കി എന്റെ കുഞ്ഞിന് സൗഖ്യം നീ തന്നേ പറ്റത്തുള്ളൂ, ഇത് ഒരു മരുന്നിനും ഈ അസുഖത്തെ മാറ്റുവാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം തിരുവചനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നീ തന്നെ സൗഖ്യമാക്കണമെന്ന് പറയുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ കർത്താവ് ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ഒരു ദിവസം 2018 തോന്നുന്നു ഞങ്ങൾക്കൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിന് ഞങ്ങളുടെ സഭയിലുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഫരീദാബാദ് എന്ന് പറയുന്ന ഒരു ITC സഭയില് യൂത്ത് ക്യാമ്പിന് വേണ്ടി കടന്നുപോയി. അപ്പോൾ അവിടെ ചെന്നു ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. 10 മണിയായപ്പോഴത്തേക്കും ഇവിടെ മീറ്റിങ്ങുകൾ താഴെ ഫ്ലോറിൽ മീറ്റിങ്ങുകൾ ആരംഭിച്ചു. എന്റെ കുഞ്ഞിനെന്ന് 2-2.5-3 വയസ്സേ കാണത്തോളം തോന്നുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇവന് ഛർദ്ദിക്കുവാനിടയായി തീർന്നു. ഛർദ്ദിച്ചിട്ട് പെട്ടെന്ന് ഇവന്റെ കണ്ണിങ്ങനെ മറിഞ്ഞു പോയിട്ട് പെട്ടെന്ന് അവന് വല്ലാതെ കൊഴിഞ്ഞ് വീണിട്ട് അവന് ഫിക്സ് അടിക്കാൻ തുടങ്ങി. രാവിലെ 10 മണി മുതല് 4 മണി വരെ അവന് ഫിക്സ് അടിച്ചു. അവിടെ വന്ന പാസ്റ്റേഴ്സും വിശ്വാസികളെല്ലാം വന്ന് മാറി മാറി പ്രാർത്ഥിച്ചു. അവിടെ വന്നവരെല്ലാം ഞങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ പറഞ്ഞില്ല, എന്റെ കർത്താവിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ, കർത്താവ് തന്നെ വിടുവിക്കണം, ഞങ്ങൾ ഒരു വൈദ്യനും ആശ്രയിക്കത്തില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വാശിയോടെ അവിടെ മുട്ടുമേൽ നിന്ന് കിടന്നും ഇരുന്നും
നിലത്തുരുണ്ടും പ്രാർത്ഥിക്കുവാൻ കൊണ്ടിടയെ തീർന്നു. അങ്ങനെ പല അവസരങ്ങളില് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിൽ കടന്നു വന്നിട്ട് രണ്ട് വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ. ഈ ജൂൺ മാസം ആകുമ്പോഴേക്കും ഈ വീട്ടിൽ കടന്നു വന്നതിന് ശേഷം 4 പ്രാവശ്യം എന്റെ കുഞ്ഞിന് ഫിക്സ് അടിക്കുവാൻ തീർന്നു. അത് രാത്രി കാലങ്ങളിൽ 12 മണി തൊട്ട് രാവിലെ വെളുപ്പിന് ആ സമയത്തെല്ലാം കർത്താവിന്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല ദൈവം അവനെ വിടുവിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്റെ പപ്പായി 2022 മരിക്കുവാൻ കൊണ്ടിടയായി തീർന്നു. ഒരു ഓഗസ്റ്റ് മാസം 29-ാം തീയതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് കടന്നുപോയിട്ട് തിരിച്ചു വരുന്ന എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. അച്ഛനും കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ സ്കൂളിൽ വിടണമല്ലോ, അതുകൊണ്ട് ഞാൻ മാത്രം കടന്നുപോയി. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ ഹൃദയത്തിൽ വല്ലാത്ത ഇവൻ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ എന്റെ ഹൃദയത്തിന് വല്ലാത്ത അങ്കലാപ്പ് ഉണ്ടാകും. അത് ഒരു സൈൻ ആയിട്ടാണ് എനിക്ക് ദൈവാത്മാവ് തരുന്നത്. എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ എന്റെ ഹൃദയത്തിന് വല്ലാത്ത ആദി കയറുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ബസ്സിൽ വെച്ച് ഇങ്ങനെ ഫിക്സ് ഉണ്ടായി, പക്ഷെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ ബസ്സുകാർ ഇത് അറിയുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ അവര് പറഞ്ഞു കുഞ്ഞിന് മെഡിക്കേഷൻ ഉണ്ടാക്കണം, മെഡിക്കൽ റിപ്പോർട്ട് വേണം, ഇവൻ ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്, അപ്പൊ സ്കൂളിൽ ടീച്ചേഴ്സ്മാരൊക്കെ ശ്രദ്ധിക്കാനാണ്. അങ്ങനെ പറഞ്ഞാണ് അവർ ഞങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുവാൻ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ 1 വർഷമായി അവനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തുന്നു. ഈ കഴിഞ്ഞ 24-ാം ആണ്ടില് മെയ് മാസം 3-ാം തീയതി എന്റെ കസിൻ സിസ്റ്ററും ഫാമിലിയായിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു. അവര് രാജസ്ഥാനിൽ കർത്താവിന്റെ വേലയോടനുബന്ധിച്ചായിരുന്നു. എന്നാൽ അവര് നാട്ടിലേക്ക് പോകേണ്ടുന്ന അവസരത്തിൽ അവര് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് ഡൽഹിയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. അന്ന് രാത്രി മെയ് മാസം 3-ാം തീയതി രാത്രിയിൽ 12 മണിയായപ്പോൾ ഇവര് അവിടെ ഇവിടങ്ങളിലെല്ലാം കറങ്ങാൻ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവൻ നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു അവന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവന് പനി, ചെറുതായിട്ടൊന്ന് ചെറിയ ചൂട് പോലെ വരാൻ തുടങ്ങി. പെട്ടെന്ന് പനി അടിച്ചിട്ട് രാത്രിയിൽ അവനെ ഫിക്സ് അടിക്കുവാൻ തുടങ്ങി. 1 മണി തൊട്ട് രാവിലെ 5 മണി വരെ ഫിക്സ് അടിക്കുവാൻ ഇടയായിരുന്നു. എന്റെ കസിൻ സിസ്റ്റർ കണ്ടിട്ട് അവൾക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അവള് നിലവിളിച്ച് കരയുവാൻ കൊണ്ടിടയായിരുന്നു. നിങ്ങൾ ഇത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലല്ലോ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് അവള് വല്ലാതെ പ്രയാസത്തിലൂടെ ആകാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇനി ഒരു മനുഷ്യരുടെ മുമ്പിൽ വെച്ചും എന്നെ നിന്ദിക്കരുതേ, എന്നെ പ്രയാസപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ്. കാരണം ഞങ്ങൾ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, മറ്റുള്ളവരും കൂടി അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഞങ്ങളെക്കുറിച്ചും എന്റെ ദൈവത്തെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു അപകീർത്തിയാകുമല്ലോ എന്നോർത്ത് ഞാൻ അന്ന് രാത്രി വാവിട്ട് നിലവിളിക്കും. ഞാൻ ഉരുണ്ട നിലത്തും കിടന്ന് ഞാൻ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ടിട്ടുണ്ട്. അതേപോലെ ഞാൻ ദൈവത്തെ വിളിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനത്തെ പല വർഷങ്ങളായിട്ട് ഈ 10 വർഷം എന്നെ ഇതേപോലുള്ള പ്രയാസത്തിലൂടെ പല പ്രാവശ്യം ഒരു വർഷം തന്നെ ഒരു 5-6 പ്രാവശ്യം കടന്നു വരും. അപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ എന്നാൽ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഏതൊരു കുഞ്ഞും ഈ ഫിക്സ് അടിച്ചിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് നടക്കത്തില്ല. കാരണം പല പ്രാവശ്യം ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കുഞ്ഞിനോട് ഹോസ്പിറ്റലിൽ പോയാൽ അവരാവശ്യമില്ലാത്ത മെഡിസിൻ കുത്തിവെച്ചിട്ട് എന്റെ കുഞ്ഞ് വെന്റിലേറ്ററിലാകും, അവൻ അന്നത്തോടുകൂടി അവസാനിക്കുമെന്ന് എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നൊരു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ ഒരു വിഷയത്തിന് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് ഞാൻ ദൈവത്തോട് വാശി പിടിച്ചിരുന്നു. അങ്ങനെ ദൈവം എന്റെ വാശിയെ ഈ 2024 അതിനുശേഷം അന്ന് 2024 മെയ് മാസം 3-ാം തീയതി ഫിക്സ് വന്നതല്ലാതെ ഇന്ന് വരെയും ഈ മാസം വരെ ഈ ദിവസം വരെയും എന്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. ആമേൻ. ഡോക്ടർ പറഞ്ഞു 2 വർഷം മെഡിസിൻ കഴിക്കണം, അതിനുശേഷം ഞങ്ങൾ നോക്കാമെന്ന്. ആമേൻ. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ഫിക്സ് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് 2022, 2023 വർഷങ്ങളില് എന്നെ അതികഠിനമായ പരിശോധനയിലൂടെ കർത്താവ് നടത്തി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് വാശി പിടിച്ചു, ഞാൻ 21 ഇരിക്കും, ഞാൻ 40 ഇരിക്കും, ഞാൻ 7 ഇരിക്കും, എന്റെ ദൈവം എനിക്ക് സൗഖ്യം തന്നേ പറ്റത്തുള്ളൂ. എന്റെ കുഞ്ഞിന് ഇനി ഈ നിന്ന വഹിക്കുവാൻ, അവൻ പ്രായമായിക്കൊണ്ടിരിക്കുക, അവന്റെ ശരീരം വളർന്നുകൊണ്ടിരിക്കുക, ഇനി ഒരിക്കലും ഇത് അവനെ പിന്തുടരുവാൻ അനുവദിക്കരുത്. ഇത് ഒരു പൈശാചിക ബാധയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. ഇനി അവന്റെ മേൽ നിനക്ക് അവകാശമില്ല. അവന് ആമേൻ ഇനി സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആമേൻ അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവന് പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി. എന്നാലും ദൈവം അവനെ ബ്രില്യന്റ് ആയിട്ടാണ് സൃഷ്ടിച്ച്. അതെനിക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് ഒരു ദിവസം 21 ദിവസം ഉപവാസം ഇരുന്ന 18-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ അവന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഈ ഒരു വിഷയം മാത്രമായിരുന്നു എന്റെ
പിശാച് എന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുവാൻ ഇതാ നിനക്ക് അവസരമെങ്കിൽ ഇനി ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല, എന്റെ അവിശ്വാസമാണെങ്കിൽ ഇനി ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപവസിക്കുവാൻ തീരുമാനിച്ചു. 21 ദിവസത്തെ ഉപവാസത്തിൽ 18ാമത്തെ ദിവസം ഞാൻ എന്റെ കുഞ്ഞിന്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ യാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാനൊരു വലിയ ദർശനം കാണിക്കും. ഒരു സ്വർണ്ണ ഗ്ലൗസ് ഇട്ട ഒരു കൈ, അതീവ പ്രകാശമുള്ള ഒരു കൈ വന്നിട്ട് എന്റെ കുഞ്ഞിന്റെ തല ഓപ്പൺ ചെയ്യുക. ഈ ബ്രെയിൻ ഇരിക്കുന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഗോതമ്പിന്റെ നിറത്തിലുള്ള ഒരു ചിപ്പ് അതിന്റെ അകത്ത് നിന്ന് എടുത്തിട്ട് അവിടുന്ന് കൊണ്ടുവന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള ചിപ്പ് അവന്റെ തലയ്ക്കകത്ത് വെച്ചിട്ട് അത് ആ കൈ കൊണ്ട് തന്നെ അടച്ചു വെച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ പിറ്റേ ദിവസം എഴുന്നേറ്റു. അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴെനിക്കറിയാം ദൈവം ഒന്നറിയാതെ ഒന്നും ചെയ്യത്തില്ല. ദൈവം എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയിട്ടാണ് എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുവാൻ അനുവദിച്ചത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ഇ ജി എടുത്തപ്പോൾ ആദ്യം MRI എടുത്തു, എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. അവർ ഇ ജി എടുത്തപ്പോൾ ഡോക്ടർക്കൊന്നും പറയാനില്ലാത്ത കാരണം അവർ പറഞ്ഞു മെറ്റാബോളിസത്തിന്റെ വേരിയേഷനുകൾ വരുമ്പോഴിങ്ങനെ ഫിക്സ് ഉണ്ടാകാറുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, ഇത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല, ഇതൊരു പൈശാചിക ബാധയാണ്. ഞാൻ പറഞ്ഞു ഇനി എന്റെ കുഞ്ഞിനെ ഈ പിശാച് ബാധിക്കുവാൻ അനുവദിക്കരുത്. ഞങ്ങൾ കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു പിശാചിനെ ജയിച്ചവനാണ്, ഇനി നീ ഞങ്ങളെ തോൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ജയക്കൊടി പാറിക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ആ ഡോക്ടർ മെഡിസിൻ എഴുതി തരുവാനിടയായി തീർന്നത്. എന്നാൽ മെഡിക്കൽ സയൻസ് പരിശോധിച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഹോസ്പിറ്റലുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന കുഞ്ഞുങ്ങളാണ്. ഇതിനെല്ലാ കാര്യങ്ങളും മുൻതൂക്കമെടുത്ത് അവര് എല്ലാ ഡോക്ടറെ കാണിക്കുവാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരാ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു ഈ മെഡിസിൻ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? അന്നേരം പറഞ്ഞ് ചേച്ചി എല്ലാ മാസവും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഈ മെഡിസിൻ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എല്ലാ മാസവും അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ഒരു മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവനെല്ലാം നോർമലാ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയതാ, ഈ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് അവൻ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകാൻ അനുവദിക്കരുത്. അങ്ങനെ ഇന്ന് വരെയും യാതൊരു കുഴപ്പവുമില്ലാതെ അവൻ ആരോഗ്യത്തോടെ ബലത്തോടെ ഓടിച്ചാടി കളിക്കുന്നു. ദൈവം ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ കൃപയെ, ഇത്രത്തോളം വളരെ പ്രതിസന്ധികള് മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത രാത്രിയാമങ്ങളില് മണിക്കൂറുകള് ഞങ്ങളുടെ ഉറക്കത്തെ അളപ്പിച്ച് കർത്താവിന് ഞങ്ങൾ താഴെ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ അനേക സമയങ്ങള് 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന് ഇത് ബുദ്ധിമുട്ടല്ല. ഞങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിന്റെ ഒരു അളവില്ല. ആ രീതിയിൽ കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുവാനിടയായി തീർന്നു. അനേക അവസരങ്ങളിൽ എന്റെ മൂത്ത കുഞ്ഞിന് ഒരു പ്രാവശ്യം ജോണ്ടീസ് വരുവാനിടയായി തീർന്നു. അവളുടെ ശരീരം മുഴുവൻ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ നീര് വെച്ചിട്ട് അന്ന് ഒരു ചെറിയ തോതില് അഴുക്ക് വെള്ളം എന്തോ കുടിച്ചതാ. കുഞ്ഞിന് പനിയായി ഛർദിയായി അങ്ങനെ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു ഇനി ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ വന്നാൽ മതി, ഈ കുഞ്ഞിന്റെ കാര്യം പോക്കാണെന്നാണ് അവര് പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ഹോസ്പിറ്റലിൽ ആ സമയത്ത് ബെഡില്ല, കിടത്താൻ ഇടയില്ലാത്തത് കൊണ്ട് അവര് പറഞ്ഞു ഇന്റേണൽ ബ്ലീഡിങ് ആകുവാണെങ്കിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ അസുഖത്തിന്റെ സീരിയസ് അറിയത്തില്ല. ഹെപ്പറ്റൈറ്റിസ് B ആയി A ആയി മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണത്. ഞങ്ങൾക്ക് അതിന് സീരിയസ് അറിയത്തില്ലാത്തത് കാരണം ഞങ്ങൾ വന്നിരുന്നു പ്രാർത്ഥിച്ചു. കർത്താവെ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞാനൊരു നേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഈ രോഗത്തെക്കുറിച്ച് യാതൊരു അവയർനെസ്സും എന്റെ ഹൃദയത്തിൽ ആ സമയത്ത് വരത്തില്ല. ദൈവം എന്ത് തരുന്നുവോ അത് മാത്രം ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ആ സമയത്ത് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വെള്ളം കൊടുത്ത് മൂലി പിഴിഞ്ഞ് അവക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 1 സ്പൂൺ കൊടുത്ത് അങ്ങനെ അടി മുതൽ മുടി വരെ ഒരുപോലെ നീര് വെച്ച് എന്റെ കുഞ്ഞ് മരണത്തോട് മല്ലടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളെ വളരെ വഴക്ക് പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ മരിക്കാനിട്ടിരിക്കുകയാണോ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു മറ്റൊരു ചിന്തയില്ല, മരിക്കുമെന്നോ ഇതിന്റെ സീരിയസ് ആണോ, ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് കരയുന്നു, നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവ് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കും, അപ്പ അങ്ങ് ഞങ്ങളെ നോക്കണമേ എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞ് 2ാമത്തെ ദിവസം മുതൽ ആഹാരം കഴിക്കുവാൻ വെള്ളം കുടിക്കുവാൻ തുടങ്ങി, ആഹാരം കഴിക്കുവാൻ തുടങ്ങി. ആമേൻ. അതിനുശേഷം അവളുടെ SGPT എല്ലാം നോക്കിയപ്പം അത് നോർമൽ ലെവലിലേക്ക് താഴുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ ദൈവം ഓരോ സന്ദർഭങ്ങളിലും ഓരോ അനുഭവങ്ങളിലും വളരെ അത്ഭുതകരമായിട്ട് നടത്തുവാനിടയായി തീർന്നു. അങ്ങനെ 2022 അവസാനമായപ്പോഴേക്കും ജൂൺ മാസത്തിൽ എന്റെ അച്ഛന് ഒരു വല്ലാത്ത പനിയും അസ്വസ്ഥതയും ഉണ്ടാകുവാനിടയായി തീർന്നു. ലങ്സിന്റെ അകത്ത് വെള്ളം കിട്ടി വളരെ പ്രയാസത്തിലൂടെ പനി കൂടുതലായിട്ട് ഞാൻ അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അപേക്ഷിച്ചു. അങ്ങനെ എനിക്ക് ഒരു ഇവിടെ ലക്ഷ്മി പബ്ലിക് സ്കൂളില് നേഴ്സായിട്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ ഒരാഴ്ചയായി പോകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ അച്ഛന് വയ്യാതെയായി, പനിയായിട്ട് ഞാൻ ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് കടന്നുപോയി. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പനി വന്നിട്ട്, പനി ഉണ്ടായിരുന്നു, ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പല മരുന്നുകളും കഴിച്ചിട്ടൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ വളരെ സീരിയസ് ആയിരിക്കുന്ന സമയത്ത് ആ വെള്ളം പോലും എടുത്തു കുടിക്കാൻ കഴിയാത്ത വിധത്തിൽ ചങ്കിന് ഭയങ്കര വേദന, ചങ്കിന് വെള്ളം കെട്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞാണ് നടന്നത്. അതേപോലത്തെ ഒരു അവസ്ഥ. അതും ഈ ഒരു സമയത്താണ്, ഈ ഒരു ചൂടിന്റെ സമയത്ത് 2022 ഈ സമയമായപ്പോഴേക്ക് പെട്ടെന്ന് ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്റർജിയോട് വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ മേല എന്തു ചെയ്യണം. അന്നേരം ആ ദേവദാസൻ ഞങ്ങള് GTB മെഡിക്കൽ കോളേജിൽ പോകാനിടയായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ മൊത്തം ഡിപ്പാർട്ട്മെന്റുകളെല്ലാം അവധിയാ. കാരണം അംബേദ്കർ ജയന്തിയും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു നീണ്ട അവധിയിൽ കിടക്കി. അപ്പോ ഓരോ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. അച്ചാച്ചനെ ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ മേലാത്ത രീതിയിൽ വളരെ പ്രയാസത്തോടെയായിരുന്നു. ഞാൻ ആ ദേവദാസനെ വിളിച്ചു. ആ ദേവദാസൻ വന്ന് പെട്ടെന്ന് കാർ കൊണ്ടുവന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോഴവര് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ട്യൂബർക്ലോസിസ് ആയിട്ട് മാറുവാനിടയായി തീർന്നു. ഒരു 1.5 ലിറ്റർ വെള്ളം ചങ്കിന്റെ അകത്ത് നിന്ന് വലിച്ചെടുത്തിട്ട് MRI ചെയ്തു, സ്കാനിങ് ചെയ്തു. ആ ഹോസ്പിറ്റലിൽ 3 ദിവസം അഡ്മിറ്റ് ആയി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ചെലവ് ഉള്ളത് വിദ്യാഭ്യാസത്തിനും മെഡിക്കൽ ഫീൽഡിലുമാണ്. അങ്ങനെ ആ 3 ദിവസം ആ ഹോസ്പിറ്റലിൽ കിടന്ന് വലിയൊരു തുക അവിടെ അടയ്ക്കേണ്ടി വന്നാൽ ഒരു പൈസ പോലും കടമില്ലാതെ അനേക ദേവദാസന്മാർ വരികയും സഹായിക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി 1 വർഷത്തോളം മെഡിസിൻ കഴിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ആ സമയത്ത് കർത്താവ് അനേക ദേവദാസന്മാരെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി, ഞങ്ങളെ സഹായിക്കുവാൻ, ഞങ്ങൾക്കുള്ള ആഹാരം പ്രൊവൈഡ് ചെയ്യുവാൻ. ദൈവം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോറ്റി എന്ന് പറഞ്ഞതുപോലെ ആ 10 മാസക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവ നിയോഗത്താൽ, ദൈവത്തിന്റെ നിയോഗമുള്ള ദേവദാസന്മാര് കടന്നു വരുവാനും ഞങ്ങളെ അന്വേഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും അനേകർ ഞങ്ങളെ കടന്നു വന്ന് ശുശ്രൂഷിച്ചു. ആ സമയത്തെല്ലാം ഞാൻ മാത്രമാണ് ഓടുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, അച്ചാച്ചൻ ഒരേ കിടപ്പ് ബെഡിൽ കിടക്കുന്നു, ആഹാരം ഉണ്ടാക്കുന്ന സമയാസമയത്ത് കൊടുക്കണം, എല്ലാം ദൈവത്തിന്റെ ഒരു പ്രത്യേക കൃപയെന്ന് പറയട്ടെ. കർത്താവ് എന്നെ ശക്തീകരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞിട്ട് റിക്കവർ ആയിരുന്നു. അതിനുശേഷം കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്കൊരു പ്രെയർ സെല്ല് തുടങ്ങുവാൻ കൊണ്ടിടയായി തീർന്നു. എന്റെ വിശ്വാസികളും ഞാനുമായിട്ട് 2 മണിക്ക് മുതൽ 2:30 വരെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസികളെല്ലാം ഒരു വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനാ യോദ്ധാക്കന്മാരായി അവരെ മാറ്റുവാൻ കൊണ്ടിടയായി തീർന്നു. ഈ 1 വർഷം എന്റെ അച്ഛൻ ബെഡിൽ കിടന്നു 6 മാസം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റില്ല. ആ സമയത്താണ് ഞങ്ങളുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവര് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആ സമയം മുതൽ കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുവാനും സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുവാനും അവരും എഴുന്നേറ്റ് വരുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം ഈ കൊറോണയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, നിനക്ക് രാത്രി 12 മണി മുതൽ ഒരു 10 മിനിറ്റ് ആത്മാവിൽ എന്നോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാനത് ചെയ്യാം. ഞാൻ എന്റെ അച്ഛനോട് പറയാതെ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയുണ്ട്. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത്. അവരും ദൈവദാസനും ദൈവദാസിയുമാ. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂടെ ഒന്ന് കൂടാമോ, നമുക്ക് 2 പേർക്കും അന്യഭാഷയിൽ ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ 10 മിനിറ്റ് പ്രാർത്ഥിച്ചു. എന്റെ കൂടെ അനേക സഹോദരിമാര് നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾ ഒരുമിച്ച് ഒരു 12 സഹോദരിമാര് രാത്രി 10 മണി മുതൽ ഞങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആ സമയത്താണ് യഥാർത്ഥമായി ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആത്മാവിന്റെ വലിയ വെളിപ്പാടുകള്, ദർശനങ്ങള്, ജീവിതത്തിൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയ സന്തോഷങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച വലിയ അനുഭവങ്ങൾ ആ രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിച്ചതോടുകൂടി ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മയുടെ ഭൂരിഭാഗവും ആ രാത്രി യാമങ്ങളിൽ പരിശുദ്ധാത്മാവുമായി കഴിച്ച പ്രാർത്ഥനയും അന്യഭാഷയിൽ ആത്മാവിൽ ശക്തിപ്പെട്ടതിന്റെ ആ ഒരു ബലമാണ് ഇന്ന് ഞങ്ങളെ നിർത്തുന്നത്. അത് ഇന്നും തുടർന്നു കൊണ്ടുപോകുവാൻ ഈ ഒരു 2025 ആയപ്പോഴേക്കും അതിന്റെ ആക്കം ചെറുതായിട്ട് കുറഞ്ഞു. കാരണം എല്ലാവരും തിരക്കിലും ശുശ്രൂഷയിലേക്കുമേ ആയി. എന്നാൽ
3.5 വർഷക്കാലം കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് പഠിക്കണം. ഞങ്ങൾ അനേക പ്രാവശ്യം പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളെല്ലാം വായിച്ച് പരസ്പരം തമ്മിൽ പ്രബോധിപ്പിച്ചാണ് ഞങ്ങൾ വചനത്തിൽ വളരുവാനിടയായിരുന്നത്. ഒരു ബൈബിൾ കോളേജിൽ ഞങ്ങൾ പോയിട്ടില്ല, ഒരു ആരും ഞങ്ങളെ പഠിപ്പിച്ചതല്ല. ആ സമയങ്ങളില് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും കൃത്യമായും ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന് ദൈവാത്മാവ് ആ സമയങ്ങളിലെല്ലാം മറുപടി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു. അത് ഞങ്ങളുടെ ആത്മീക വിഷയമായിക്കൊള്ളട്ടെ, ഭൗതിക വിഷയമായിക്കൊള്ളട്ടെ, ശാരീരിക വിഷയമായിക്കൊള്ളട്ടെ, ദേശത്തിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളായിക്കൊള്ളട്ടെ, അതെല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ട് അതിനെല്ലാം മറുപടി നിറപടിയായി ഇന്നും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞു, കുറച്ചു സമയം നിങ്ങൾ ഒതുങ്ങിയിരിക്കണം, മറഞ്ഞിരിക്കണം. ഞങ്ങൾ ആ സമയത്ത് 3.5 വർഷക്കാലം ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഈ പ്രാർത്ഥന കൊണ്ടുപോയി. ആമേൻ. ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പരാതിയില്ലാതെ പരിഭവമില്ലാതെ മറ്റാരെങ്കിലും ഏറ്റെടുത്ത് നടത്തുവാൻ കഴിയത്തക്ക വിധത്തില് ആ പ്രാർത്ഥന 3.5 വർഷം കറക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെയും വിവിധങ്ങളായ തലങ്ങളിലെ ശുശ്രൂഷകളിലേക്ക് ദൈവം മാറ്റിമറിക്കും. അതൊക്കെ ഇടയായി തീർന്നു. ഞാൻ വേറൊരു ശുശ്രൂഷയിലേക്ക്, എന്റെ കൂടെയുള്ള മറ്റു സഹോദരങ്ങൾ മറ്റു പല ശുശ്രൂഷയിലും അവര് ബിസിയായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഓരോ ദിവസവും അന്നും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളാണ്. ഞങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴെല്ലാം ആത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ കർത്താവ് ആ സമയം മുതൽ തരുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ ജീവിതത്തിന് ഞാൻ വളരെ എന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവമാണ്. കാരണം എന്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ സ്നേഹമൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ വളർന്നു വന്നത്. എന്നാല് എന്നെ വിവാഹം കഴിച്ച ദൈവദാസൻ, അവരുടെ കുടുംബത്തിൽ വളരെ സ്നേഹമാണ്. അവരാരോടും ഒച്ചയെടുത്തൊരു കാര്യം പറയത്തില്ല. പക്ഷെ എന്റെ സ്വഭാവം നേരെ തിരിച്ച. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നല്ല കർത്താവിന്റെ ദാസനെയാ ദൈവം എനിക്ക് ദാനമായി തരുവാനിടയായി തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയില് വർദ്ധിച്ചു വരുവാൻ, വീണ്ടും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയില് അനേകായിരങ്ങളെ നേടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ്. ഞങ്ങൾ പല ദിവസങ്ങളിലായിട്ട് പല മാസങ്ങളിലെ ഓൾനൈറ്റ് പ്രയറുകൾ നടത്തുവാൻ, അപ്പോൾ ദൈവം തരുന്ന വലിയ വെളിപ്പാടുകള് എല്ലാം എഴുതി വെച്ചിട്ട് അനേക ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തിയോടെ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ വർദ്ധിച്ചു വരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായ ഏത് സമയവും ഈ ബിഹാറി കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല അതിശക്തിയോടെ ചെയ്തെടുക്കണമെന്നാണ്. ഡൽഹി പട്ടണത്തെ കർത്താവിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളൂ. വളരെ സ്നേഹമുള്ള ഒരു കർത്തൃദാസിനെയാണ് ദൈവം എനിക്ക് എന്റെ കൂട്ടാളിയായി തന്നത്. അവരുടെ കുടുംബത്തില് വളരെ ശാന്തവും സൗമ്യമായ ഒരു പരിസ്ഥിതിയാണ്. ഞാൻ എവിടെ നിന്നാണോ വന്നത്, എനിക്ക് എന്തെല്ലാം ഇല്ലായിരുന്നോ അതെല്ലാം എനിക്ക് എന്റെ ഭർത്തൃ കുടുംബത്തിൽ ലഭിക്കുവാൻ കൊണ്ടുകൂടിയായി തീർന്നു. വളരെ കരുതലോടെ, വളരെ സ്നേഹത്തോടെ എന്നെ സംരക്ഷണം ചെയ്യുന്ന ഒരു നല്ല ദൈവദാസനാണ് കർത്താവ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇതിലും ഭയാനകവും ഭയങ്കരവും ആയ വലിയ സാക്ഷ്യങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ സമയമാകുമ്പോൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തെ പറയുന്നതായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തിയ വഴികളാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നയിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമ്മളെ ഏത് പരിസ്ഥിതിയിലൂടെ കടത്തിവിട്ടാലും അതിലൂടെ എല്ലാം നമ്മൾ നടന്നു പോകേണ്ടതാണ്. അതിനെല്ലാം അഭിമുഖീകരിക്കുവാനുള്ള ഒരു പ്രത്യേക കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരുവാൻ തക്കവണ്ണം തീരും. ദൈവത്തിന്റെ ആത്മാവിനാൽ പല സന്ദർഭങ്ങളില് ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എനിക്ക് നല്ല അടി തരണം. കാരണം എന്റെ തെറ്റുകൾ പലപ്പോഴും ദൈവത്തെ കോപിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയാറുള്ള ഒരു കാര്യമാണ്, ദൈവമേ ഞാൻ എന്തെങ്കിലും പാപം ചെയ്താൽ എന്നെ അടിച്ചതെന്നെ മനസ്സിലാക്കണം. കാരണം ഒരപ്പൻ തന്നെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ വചനത്തിന്റെ ശക്തി എന്നെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തെങ്കിലും കർത്താവിന് ഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാല് ദൈവം എന്നെ അടിച്ചും ശിക്ഷിച്ചും കർത്താവിന്റെ ഹിതത്തിനൊത്തവണ്ണം എന്നെ പണിയണമേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ. വീണ്ടും കർത്താവിന്റെ വേലിൽ അത്യധികം വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ ഏവരെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു സാക്ഷിയായി കർത്താവിന്റെ സന്നിധി നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവത്തിന്റെ ശക്തമായ ആലോചന എന്റെ മേലുണ്ടായിരുന്നു, കർത്താവിന്റെ സാക്ഷിയാകുമെന്നുള്ള. എന്നാൽ ഈ ആരോമ ടിവിയിലൂടെ
കർത്താവിന്റെ ഒരു സാക്ഷിയെ നിലകൊള്ളുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആരോമ ടിവിയിലുള്ള ഓരോ പ്രേക്ഷകരോടുമുള്ള നന്ദിയെയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പ്രിയ ലെസി സിസ്റ്റർ. എത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം കൃപ ചെയ്ത് ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യകാലം മുതൽ ഇങ്ങോട്ട് കടന്നു വന്ന ഓരോ പാതകളെയും ഓർത്ത ദൈവസന്നിധിയിൽ പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഒരു ബാല്യകാലത്തിലെ ഒരുപാട് ഓർമ്മകൾ പറഞ്ഞു. അനാഥത്വം അനുഭവിച്ചറിഞ്ഞ ആ വേദനയുടെ ആ നാളുകൾ, മാതാപിതാക്കന്മാർ മക്കളെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തേണ്ടുന്ന സമയത്ത് അവരെ അകറ്റി നിർത്തി പരസ്പരം പോരടിച്ച് ജീവിതം നയിച്ച ആ ഒരു കാലയളവ്. എങ്കിലും ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒരു ഓർഫനേജിൽ നിന്ന് പഠിച്ച് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി വടക്കേ ഇന്ത്യയിലേക്ക് വരുവാനും വിവിധ മേഖലകളിൽ വിവിധ നിലകളിൽ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചു. അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും സുവിശേഷ വേലയ്ക്ക് മുൻതൂക്കം കൊടുക്കുവാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ കുടുംബത്തിനകത്ത് മാറി 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളുടെ ഒരു കലവറ ആയിരുന്നു ആ വീടിൻ്റെ അവസ്ഥയെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓരോരുത്തർക്ക് മാറി മാറി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ നേരിട്ടതായ സംഭവബഹുലമായ അനുഭവങ്ങളൊക്കെ പറയുകയുണ്ടായല്ലോ. ദൈവമായ കർത്താവ് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ തന്നു. സ്തോത്രം. നമ്മുടെ ദൈവ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണ്. മരണത്തെ അഭിമുഖമായി മുഖാമുഖം അനവധി പ്രാവശ്യം കണ്ടു. ആ സന്ദർഭങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കരം തൊട്ട് സൗഖ്യമാക്കിയ ആ നിമിഷങ്ങൾ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ കൃപ സാന്നിധ്യം അത് അനുഭവിക്കുവാൻ ഇടയായി തീർന്നത് ആ രോഗങ്ങളാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. രോഗങ്ങൾ അത്ര സുഖകരമായ കാര്യമല്ല എങ്കിലും നമുക്ക് മറുവശത്ത് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ആ കഷ്ടതകളൊക്കെ കർത്താവിനെ അടുത്തറിയുവാൻ ദൈവം ഒരുക്കിയ ചില അവസ്ഥകളായിരുന്നു. അത് നമ്മളെ നശിപ്പിച്ച് കളയുവാൻ അല്ലായിരുന്നു, പകരം ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഷ്ടതയുടെ നടുവിൽ അടുത്തറിയുവാൻ, കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തു. അതാണ് ഭാഗ്യകരമായ ഒരു അനുഭവം. ആ രോഗം സംബന്ധിച്ചുള്ളതായ പ്രശ്നങ്ങളെക്കാൾ ഹൈലൈറ്റ് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പറയുവാനുള്ളത്, എൻ്റെ കർത്താവ് എന്നെ തൊട്ടു, എൻ്റെ കർത്താവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. പ്രിയ ലെസി സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ആ കർത്താവ് എന്നും എന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കുടുംബമായി കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കുടുംബമായി കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും നിങ്ങൾ കേട്ട ശേഷം മറ്റു പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. ആയത് നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആകരമാക്കാം, ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഈ സമയത്തെ പ്രിയ ലെസി സിസ്റ്റർ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ദൈവമേ, സ്ത്രീയെ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ നെല്ല് സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അരോമ ടീമിലുള്ള എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാക്ഷ്യത്തെ ഉളവാക്കുമില്ല കർത്താവേ.
ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ അപ്പൊ അനേകരെ സാക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഈ അരോമ ടിവിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. എല്ലാ വിധത്തിലും ആത്മികമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണം, സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു പ്രിയ സിസ്റ്റർ. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വർദ്ധിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കൂ. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.